അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് അസൈൻമെൻറ്റ് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26 തൊട്ട് 101 വരെ. എല്ലാ ചോദ്യങ്ങളും ചെയ്ത് കാണിക്കത്തില്ല, ചിലതിൻ്റെ മെത്തേഡ് മാത്രമേ പറയത്തുള്ളൂ. നിങ്ങൾ പക്ഷേ അസൈൻമെൻറ്റ് ബുക്കിനകത്ത് കംപ്ലീറ്റ് സോൾവ് ചെയ്തിരിക്കണം. ഓക്കെ, റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇഫ് matrix A is equal to 1 0 minus 1 2 1 3 0 1 1, then verify that A square plus A is equal to A into A plus I എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ LHS RHS ഉണ്ട്. ഇതിൽ ഒരു 3/3 മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, A സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എയിൽ നിന്ന് A കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? A കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ A ബാക്കിയുണ്ട്, പ്ലസ് ഇത് A ഇൻറ്റു I എന്ന് എഴുതാം. ഐയുമായിട്ട് ഏത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താലും ആ സെയിം മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? I കാണും. ഓക്കെ, നമ്മൾ 2-നെ 2 ഇൻറ്റു 1 എന്ന് എഴുതത്തില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ സാധനമാണ് ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ LHS ആദ്യമേ പ്രൂവ് ചെയ്യണം. A സ്ക്വയർ പ്ലസ് A ചെയ്യണം. A സ്ക്വയർ പ്ലസ് A ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് RHS ചെയ്യണം. RHS ചെയ്യുമ്പോഴത്തേക്കും ഇത് RHS, ഇത് LHS. RHS ചെയ്യുമ്പോൾ സെയിം മെട്രിക്സ് തന്നെ കിട്ടും. ഇത് LHSഉം RHSഉം സെയിം ഈ മെട്രിക്സ് തന്നെ കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. ബാക്കി സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ ചെയ്തോണം, ഞാൻ ചെയ്യത്തില്ല. ഇത് തന്നെ ആൻസർ അസൈൻമെന്റ് ബുക്കിൽ എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വെട്ടിയിടും. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് A is equal to 0 minus 1 2 4 3 4, B is equal to 4 0 1 3. Okay, verify that A transpose the whole transpose is equal to A. ഞാനിത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. A transpose the whole transpose A ആണെന്ന് പ്രൂവ് ചെയ്യുക. അതെ, അത് പ്രൂവ് ചെയ്ത രീതി ഇത് കാണിച്ചിട്ടുണ്ട്. സെയിം കാര്യം തന്നെയാണ്, ചെയ്ത് നോക്കുക. രണ്ടാമത്തത്, AB the whole transpose is equal to B transpose A transpose. AB the whole transpose ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണിത്. ഈ സെയിം ആൻസർ തന്നെ B transpose A transpose ചെയ്യുമ്പോഴും കിട്ടും. രണ്ടും ചെയ്ത് നോക്കണം. അടുത്തത്, KA the whole transpose is equal to K into A transpose. KA the whole transpose ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണിത്. K into A transpose ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. LHS RHS രണ്ടും ചെയ്ത് നോക്കണം. ഇതെല്ലാം പല തവണ നമ്മൾ ക്ലാസ് ചെയ്ത ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്തത്, ഇഫ് A is equal to ഒരു 3/2 മെട്രിക്സ് ആണ്, B is equal to another 3/2 മെട്രിക്സ് ആണ്, then verify that 2A plus B the whole transpose is equal to 2 into A transpose plus B transpose. ആൻസർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്, LHSഉം RHSഉം. ഓക്കെ, ഇത് LHS, ഇത് RHS. ഓക്കെ, LHS RHS. ഓക്കെ, ഇതിലെങ്ങനെ ഇതിനകത്ത് ഇത് ചെയ്യാതെ തന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട. 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. 2A plus B the whole transpose എന്ന് പറഞ്ഞാൽ 2 കോൺസ്റ്റന്റ് ആണ്, 2 അവിടെ ഇടുക. എയുടെ ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് B ട്രാൻസ്പോസ്. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും സെയിം ആയിരിക്കും. ഇതായിരിക്കും അതിൻ്റെ ആൻസറും. അടുത്തത്, A minus B the whole transpose. അത് ശരിക്കും എന്താ? A minus B the whole transpose-ന്റെ ട്രാൻസ്പോസ് എന്താ കിട്ടുന്നത്? A transpose മൈനസ് B ട്രാൻസ്പോസ്. എയുടെ ട്രാൻസ്പോസ് മൈനസ് ബിയുടെ ട്രാൻസ്പോസ്. അതാണ് ഇത്. LHS RHS എഴുതിയിട്ട് ഇതും ചെയ്തോണം. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. A plus B the whole transpose എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ട്രാൻസ്പോസ് ഔട്ടർ കൊടുക്കുമ്പോൾ A transpose plus B transpose. ഓക്കെ, ഞാൻ വേറൊരു സാധനം ചോദിക്കട്ടെ. 4A plus 3B the whole transpose എന്ത് വരും? 4 കോൺസ്റ്റന്റ് ആണ്, എയുടെ ട്രാൻസ്പോസ് A ട്രാൻസ്പോസ്, നടുക്കത്തത് പ്ലസ് 3 കോൺസ്റ്റന്റ് ആണ്, ബിയുടെ ട്രാൻസ്പോസ് B ട്രാൻസ്പോസ്. ഓക്കെ, ഇതെല്ലാം അതിൻ്റെ ഓർഡറുകൾ സെയിം ആണെങ്കിൽ മാത്രം ഹാപ്പൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. 2/3 3/2 3/2 3/3 അങ്ങനെ ഓർഡറുകളും സെയിം ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ചെയ്തോണം. ആൻസർ ഇതാണ്. വെരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ആൻസർ ഉണ്ട്. A minus B the whole transpose ചെയ്യുമ്പോൾ കിട്ടുന്നതും A transpose minus B transpose കിട്ടുന്നതും അതായിരിക്കും. Show that A transpose A and A transpose are both symmetric matrices of any matrix A. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, പല തവണയായിട്ട് ചോദിച്ചുള്ള ചോദ്യമാണ്. ഇത് നോക്കി, അപ്പം ഞാൻ ഈ ഷോ ദാറ്റ് A transpose into A and A transpose are both symmetric matrices. ഒരു കാര്യം സിമെട്രിക് ആവണമെങ്കിൽ, ഇപ്പോൾ P എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, അത് സിമെട്രിക് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? P ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ, P ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ തിരിച്ചു കിട്ടണം? P തന്നെ തിരിച്ചു കിട്ടണം. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ P ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -P തിരിച്ചു കിട്ടും. അതവിടെ കിടന്നോട്ടെ. ആദ്യം നമുക്ക് എന്ത് വേണം? സിമെട്രിക്കിന്റെ കാര്യം പറയാം. P ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു P ചെയ്യുമ്പോഴാണ് നമുക്ക് അത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ Pയുടെ സ്ഥാനത്ത് നോക്കിയേ, P എന്ന് പറയുന്നത് ഞാൻ A ട്രാൻസ്പോസ് A എന്ന് എടുത്തു. ഓക്കെ,
എ ട്രാൻസ്പോസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ പി എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് എ, പി ട്രാൻസ്പോസ് എന്ന് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എ ദ ഹോൾ ട്രാൻസ്പോസ്. കുഴപ്പമില്ലല്ലോ. പി എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എ, അപ്പോൾ പി ട്രാൻസ്പോസ് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എ ദ ഹോൾ ട്രാൻസ്പോസ്. എന്താണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ്? നിങ്ങൾക്കറിയാം, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ശരിയല്ലേ? ഇവിടെ ടി വരാറുണ്ട്, കുനിപ്പും വരാറുണ്ട്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ്. തിരിച്ചിട്ട് എഴുതണമെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഈ സെയിം സാധനം ഇവിടെയും അപ്ലൈ ചെയ്യണം. ഓക്കെ, ആദ്യം ഏതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം? ആദ്യം നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഏതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം? ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം. എഴുതാമല്ലോ. ദേ നോക്കിക്കോ, എയുടെ ട്രാൻസ്പോസ് ഇൻറ്റു രണ്ടാമത്തെ എന്താ? എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. കാര്യം മനസ്സിലായോ? ഇത് ഒന്നാമത്തത് ഇത് ഒന്നാമത്തതിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു രണ്ടാമത്തതാണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. രണ്ടാമത്തതിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ആദ്യത്തെ ട്രാൻസ്പോസ്. ഇവിടെ രണ്ടാമത്തത് ഏതാണ്? ഇതാണ് രണ്ടാമത്തത്, എ ട്രാൻസ്പോസ്. ഇതേ കിടക്കുന്നു. ആദ്യത്തെ ഏതാ? എ ട്രാൻസ്പോസ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണ്ടേ? അപ്പോൾ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. എന്താ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്? കുറച്ച് മുമ്പേ പറഞ്ഞല്ലേ ഉള്ളൂ. എന്താണ് അത്? എ തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ. എന്ന് പറഞ്ഞാൽ പി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ നിനക്ക് എന്ത് തന്നെ കിട്ടി? ഇത് തന്നെയാണോടാ കിട്ടിയേ? നോക്കിയേ, പിയുടെ ട്രാൻസ്പോസ് എടുത്തപ്പം നിനക്ക് സെയിം സാധനം തന്നെ കിട്ടി. കറക്റ്റ്. എന്ന് പറഞ്ഞാൽ പി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് പി തന്നെ തിരിച്ച് കിട്ടി. ഇതിനെ, ഈ ടൈപ്പ് മെട്രിസസിന് എന്താ പറയുന്നത്? സിമെട്രിക് മെട്രിസസ്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു ഇച്ചിരി വളച്ച് പറഞ്ഞു. ഈ ഒരു സാധനം ഞാൻ പെട്ടെന്ന്, അടുത്ത കണക്ക് ഇത് പെട്ടെന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോളാം. എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്നാ കാണിക്കണം. ഒരു പേജ് ആഡ് ചെയ്യട്ടെ. നമുക്ക് കാണിക്കേണ്ടത് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇതിനെ ഞാൻ പി എന്ന് വിളിച്ചു. പെട്ടെന്ന് പറയുകയാണെ, ഇതിനെ പി എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ പി ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് പി ആയിട്ട് തന്നെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് സിമെട്രിക് ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാം. ഇതേ കിടക്കുന്നു, പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഞാൻ ഈ കുനിപ്പിനെയാണ് കേട്ടോ ഈ ടി ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പം പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, തിരിച്ചെഴുതണം. രണ്ടാമത്തതിനെ ആദ്യം എഴുതണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ? എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി ആദ്യത്തത് ഏതാദ്യത്തത്? എ, അതിൻ്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്തായിരിക്കും? എപ്പോഴും എ ആയിരിക്കും. ഇൻറ്റു എ ട്രാൻസ്പോസ്. എന്ത് കിട്ടി? എന്താ കിട്ടിയേ? പി ട്രാൻസ്പോസ് ഇൻറ്റു പിയുടെ ട്രാൻസ്പോസ് എന്ന് പറയാൻ എന്തിനു കിട്ടി? എ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇതെന്താ? എ ഇൻറ്റു എ ട്രാൻസ്പോസ്. പി തന്നെയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു പി, അല്ലെങ്കിൽ അത് സിമെട്രിക് ആണ്. ഇറ്റ് ഈസ് സിമെട്രിക്. ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇതുപോലത്തെ കുറേ ചെയ്യുന്നുണ്ട് കേട്ടോ. ലെറ്റ് എ ആൻഡ് ബി ബി സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 3x3. ഈസ് എ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. തീർച്ചയായും എ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആയിരിക്കും. കാരണം എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു എ ബി. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ റീറൈറ്റ് ചെയ്യുന്നു. ഇതിനെ നേരെ അപ്പുറത്തോട്ട് റീറൈറ്റ് ചെയ്യും. കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ടല്ല, എനിക്ക് ഈ എ എന്ന് പറയുന്നത് ഈ എയുടെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് എനിക്ക് എ സ്ക്വയർ എന്ന് വേണേൽ എഴുതാം, എ ഇൻറ്റു എ എന്ന് എഴുതാം. ഈ ബി എന്ന് പറയുന്നത് ഈ ബിയുടെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കതിനെ ബി ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് എഴുതാം. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയുടെ അല്ല, എ ബി ഈക്വൽ ടു ബി എന്നുള്ളതിൻ്റെ അല്ല. പക്ഷേ ഇതിൻ്റെ ലെഫ്റ്റിലായതുകൊണ്ട് ഞാൻ അപ്പുറത്തോട്ട് മാറ്റി എഴുതുന്നുള്ളൂ. ആ ലെഫ്റ്റിലാകണം എന്നുള്ള പ്രോപ്പർട്ടി മാറ്റുന്നില്ലല്ലോ. ഈ എ ഇതിൻ്റെ ലെഫ്റ്റിലാണ്, ഈ ബി ഇതിൻ്റെ ലെഫ്റ്റിലാണ്. ഓക്കെ, പക്ഷേ ഇത് വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? ഇത് നോക്കിയേ, എന്താ എ ബി ദ ഹോൾ ട്രാൻസ്പോസ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എന്താ എ ബി സി ദ ഹോൾ ട്രാൻസ്പോസ്? ടിയും ഞാൻ ഇടുന്നുണ്ട്, കുനിപ്പ് ഇടുന്നുണ്ട്, രണ്ട് സെയിം ആണെന്ന് ഓർത്തോണേ. ഇസ് ഈക്വൽ ടു ബി സി ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇനി നോക്കിയേ, എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്നാ നമുക്കറിയാം, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. പക്ഷേ എ ബി ദ ഹോൾ സ്ക്വയർ മാത്രം എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ.
ഓക്കെ, ഇക്കാര്യം നോട്ട് ചെയ്തല്ലോ, നോട്ട് ചെയ്തോണം. ഈ ഒരു കാര്യം മാത്രം വ്യത്യാസമാണ്, ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ, show that if A and B are square matrices such that AB is equal to B, ഇതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എ ബി ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ അതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ദേ നോക്കിക്കും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി മെട്രിസസ് ആണ്, ചുമ്മാ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി നോക്കാം. അപ്പം എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ പ്ലസ് എ ബി, ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ പ്ലസ് ബി എ, ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എ ബിയും ബി എയും ഈക്വൽ അല്ലെങ്കിൽ, എ ബിയും ബി എയും ഈക്വൽ അല്ലായിരുന്നെങ്കിൽ ഇതിന് ഇവിടെ കൊണ്ട് നിർത്തേണ്ടി വന്നേനെ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് മാത്രം ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? എ ബി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, എ ബി പ്ലസ് എ ബി എന്താ? 2ab, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഉത്തരവായില്ലേ? ഓക്കെ, മനസ്സിലാക്കി ചെയ്തോണം. ഇത് ഹാപ്പൻ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം എന്താണ്? ഇങ്ങനൊരു കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ട്. അതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എയും ബിയും സിയും തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും നമ്പറുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നേരെ ചെയ്യാവുന്നുള്ളൂ. എ പ്ലസ് ബി പ്ലസ് സി ഇസിക്കൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ്, എപ്പോഴും ബ്രാക്കറ്റിലുള്ളതിനെ ആദ്യം ചെയ്ത് കാണിക്കുക. ഇത് LHS, ഇത് RHS. ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കണം. അടുത്ത രണ്ടാമത്തേത് എ ഇൻറ്റു ബി സി പ്ലസ് എ ഇൻറ്റു ബി സി എ ബി ഇൻറ്റു സി. ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യുക, ബി സി ആദ്യം ചെയ്യുക, എന്നിട്ട് എ ലെഫ്റ്റിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ ബി ആദ്യം ചെയ്യുക, എന്നിട്ട് എ ബി ലെഫ്റ്റിലിട്ട് സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ചെയ്ത് നോക്കണം, ആൻസർ വെരിഫൈ ചെയ്തോണം. എ പ്ലസ് ബി ഇൻറ്റു ബി, എ പ്ലസ് ബി എന്ത് വരും? എ തന്നിട്ടുണ്ട് 4, ബി തന്നിട്ടുണ്ട് -2, 4 പ്ലസ് -2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 ഇൻറ്റു ബി എന്ന് വരും. ചെയ്ത് നോക്കണം. 2 ഇൻറ്റു ബി, ബി ഓൾറെഡി തന്നിട്ടുണ്ട് 4 0, അപ്പോൾ 8 0 2 10. അതെ വന്നു. എ ബി ഇൻറ്റു ബി ഇൻറ്റു ബി, എ എന്ന് പറഞ്ഞാൽ എത്ര? 4 ഇൻറ്റു ബി. എല്ലാം ചെയ്യാമല്ലോ. ഇത് LHS RHS, LHS കിട്ടുന്നതും RHS കിട്ടുന്നതും സെയിം തന്നെയാണ്. ഈ സെയിം ആൻസർ തന്നെ വരും. ചെയ്ത് നോക്കണം. സിമ്പിൾ കണക്കാണ് അതൊക്കെ. എ സി മൈനസ്, ഇപ്പോൾ എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ സി മൈനസ് എ എ, ശരിയാണ്. ആൻസർ ഇതായിരിക്കും. ക്ലിയറിഫൈ ചെയ്തോണം. എയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിലുണ്ട്. എനിക്കൊന്ന് 4 ആണെന്ന് തോന്നുന്നു. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ പ്രൂവ് ചെയ്തോണം. സിമ്പിൾ. ബി എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസിക്കൽ ടു ബി ഇൻറ്റു എ ട്രാൻസ്പോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 2 ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 2 കോൺസ്റ്റന്റ് ആണ്, 2 വെളിയിലിടുക, അത് കഴിഞ്ഞിട്ട് എ ട്രാൻസ്പോസ് എടുക്കുക. അതുപോലെ തന്നെ ബി കോൺസ്റ്റന്റ് ആണ്, ബി വെളിയിലിടുക, അതിന് ട്രാൻസ്പോസ് എടുക്കുക. ഉത്തരം ഇതായിരിക്കും. ഓക്കെ, ബിയുടെ വാല്യൂ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കണം. എനിക്കറിയത്തില്ല, 2 എന്ന് എഴുതി വെച്ചേക്കരുത്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസിക്കൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എത്ര തവണ ക്ലാസ്സിൽ ചെയ്തു? ഉത്തരം ഇതാണ്. ചെയ്തോളുക. എ മൈനസ് ബി ഇൻറ്റു സി ഇസിക്കൽ ടു എ സി മൈനസ് ബി സി. ഈ പ്രോപ്പർട്ടിനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ഇതിനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി. ഓക്കെ, എ സി മൈനസ് എ ബി. LHS RHS എടുത്തിട്ട് അതൊന്ന് ചെയ്താൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ കാര്യം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് മൈനസ് ബി, LHS RHS ചെയ്തോണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു കോസ് ക്യൂ സൈൻ ക്യൂ മൈനസ് സൈൻ ക്യൂ, പ്രൂവ് ദാറ്റ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല. നോക്കിയേ, ഇതിനകത്ത് എ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എ ഇൻറ്റു എ ആണ്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോസ് ക്യൂ സൈൻ ക്യൂ മൈനസ് സൈൻ ക്യൂ കോസ് ക്യൂ, കോസ് ക്യൂ. സെക്കൻഡ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ തന്നെ എ തന്നെയാണ്, കോളം കോസ് ക്യൂ മൈനസ് സൈൻ ക്യൂ കോസ് ക്യൂ. അപ്പോൾ ശരി, മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് ക്യൂ കോസ് സ്ക്വയർ ക്യൂ മൈനസ് സൈൻ സ്ക്വയർ ക്യൂ. ഓക്കെ, അടുത്തത് കോസ് ക്യൂ സൈൻ ക്യൂ പ്ലസ് കോസ് ക്യൂ സൈൻ ക്യൂ. ഓക്കെ, അടുത്തത് മൈനസ് കോസ് ക്യൂ
സൈൻ ക്യൂ മൈനസ് കോസ് ക്യൂ സൈൻ ക്യൂ. അടുത്തത് മൈനസ് സൈൻ സ്ക്വയർ ക്യൂ പ്ലസ് കോസ് സ്ക്വയർ. അപ്പോൾ കോസ് സ്ക്വയർ ക്യൂ മൈനസ് സൈൻ സ്ക്വയർ ക്യൂ കേട്ടോ. ഇത് കോസ് സ്ക്വയർ ക്യൂ മൈനസ് സൈൻ സ്ക്വയർ, ഇതും കോസ് സ്ക്വയർ. ഇപ്പം കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സിന്റെ ഒരു ഫോമുല ഉണ്ടല്ലോ, എന്നാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. കോസ് സ്ക്വയർ എക്സ് മൈനസ്, ഇവിടെ എഴുതാവേ, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കോസ് 2x എന്ന് പഠിച്ചിട്ടുണ്ട് +1. അടുത്തത് സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇത് കോസ് ക്യൂ സൈൻ ക്യൂ പ്ലസ് കോസ് ക്യൂ സൈൻ ക്യൂ എന്ന് പറയുമ്പം 2 കോസ് ക്യൂ സൈൻ ക്യൂ അല്ലെങ്കിൽ 2 സൈൻ എക്സ് കോസ് എക്സ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഞാൻ അത് അപ്പുറത്തോട്ട് അതിൻ്റെ ഇതും കൂടെ എഴുതിയേക്കാം, നോക്കിക്കോ. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ക്യൂ മൈനസ് സൈൻ സ്ക്വയർ ക്യൂ. ഇവിടോട്ട് വരുന്നത് 2 സൈൻ ക്യൂ കോസ് ക്യൂ. ഇവിടെ -2 സൈൻ ക്യൂ കോസ് ക്യൂ. ഇവിടെ കോസ് സ്ക്വയർ ക്യൂ മൈനസ് സൈൻ സ്ക്വയർ ക്യൂ. എളുപ്പമാണ്. ആദ്യത്തത് കോസ് 2 ക്യൂ. വെരി ഗുഡ്. ഇവിടെയും കോസ് 2 ക്യൂ. ഓക്കെ. ഇവിടെ എന്താണ് 2 സൈൻ എക്സ് കോസ് എന്ന് പറഞ്ഞാൽ സൈൻ 2x. അപ്പം സൈൻ 2 ക്യൂ. ഇവിടെ 2 സൈൻ ക്യൂ കോസ് ക്യൂ എന്ന് പറയുമ്പോൾ സൈൻ 2 ക്യൂ. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് സൈൻ 2 ക്യൂ. ഇതാണോ പ്രൂവ് ചെയ്യേണ്ടത്? നോക്കട്ടെ. കോസ് ക്യൂ സൈൻ ക്യൂ മൈനസ്. ഓക്കെ, കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്ട്രേറ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, സാധാരണ ചെയ്താലും കിട്ടും. If a is equal to 0 minus x is equal to 0, x square is equal to -1, and show that a plus b the whole square is equal to a square plus b square. LHS RHS വെച്ച് ചെയ്യണേ. LHS എന്ന് പറഞ്ഞാൽ a plus b the whole square. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് a plus b. പെട്ടെന്ന് ചെയ്യാവേ. നിങ്ങൾ തന്നെ പറഞ്ഞു a plus b. 0 plus 0 0, 1 minus x, 1 plus x, b എന്ന് പറയുമ്പോൾ 0 plus 0 0, a plus b. ഇനി a plus b the whole square എന്ന് പറയുമ്പം a plus b into a plus b. a plus b the whole square എന്ന് പറയുമ്പം is equal to a plus b into a plus b ആണല്ലോ. അപ്പം ഇതിൻ്റെ റോയും കോളും പെട്ടെന്നായിക്കോട്ടെ. റോ 0 1 minus x, 1 plus x 0, കോളം 0 1 plus x, 1 minus x 0. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്താൽ 0 1 minus x square. ഇത് 1 plus x into 1 minus x, a plus b into a minus b, a square minus b square. അതാണ് 1 minus x square. ഓക്കെ, കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് 0 into 1 minus x എന്ന് പറയുമ്പോൾ 0, 1 minus x 0 എന്ന് പറയുമ്പോൾ 0. ഓക്കെ, 0 into 0 0 0. ഓക്കെ, ഇത് 1 plus x into 1 plus x into 1 minus x കാണുന്നുണ്ടോ? 1 plus x into 1 minus x, a plus b into a minus b, a square minus b square, 1 square minus x square. അതാണ് 0 into 0 0. ഇത്രയും വരും. ഇതാണ് എന്ത് വരുന്നത്? a plus b the whole square. ഇതിനകത്ത് വേറൊരു കാര്യം അവർ പറയുന്നുണ്ട്. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണെന്ന്. അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ -1 ഇട്ട് കൊടുക്കുക. അപ്പം 1 minus 1 എന്ന് പറയുമ്പോൾ 2, 0 0, 1 minus -1 എന്ന് പറയുമ്പോൾ 2. എക്സിന് -1 അല്ല, ഈ എക്സ് സ്ക്വയറിന് -1. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിന് -1 കേട്ടോ. അപ്പോൾ 2 0 0 2 എന്ന് വരും. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും കിട്ടും? RHS ചെയ്യുമ്പോഴും കിട്ടും. RHS എന്താ? a square plus b square. ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ഇതിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കുക. അതിനുശേഷം അത് തമ്മിൽ കൂട്ടുക. കൂട്ടുമ്പോഴും ഈ സെയിം സാധനം തന്നെ വരും. അവസാനം എക്സ് സ്ക്വയറിന് -1 ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. സെയിം സാധനം തന്നെ വരും. ചെയ്ത് നോക്കിക്കോണം, വളരെ എളുപ്പമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. വെരിഫൈ ദാറ്റ് a square is equal to i. ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. a square is equal to i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a into a. ഇത് ഫസ്റ്റിൻ്റെ റോ സെക്കൻഡിൻ്റെ കോളം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നമുക്ക് ക്ലാസ്സിൽ ഒത്തിരി ചെയ്താലേ. ഫസ്റ്റിൻ്റെ റോ സെക്കൻഡിൻ്റെ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് i മെട്രിക്സ് കിട്ടും. i മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3/3 ഐഡൻറ്റി മാട്രിക്സ് 0 1 0 0 0. ചെയ്ത് നോക്കിക്കോണം. ഇങ്ങനെ എഴുതിക്കൊണ്ട് വരരുത്, പറഞ്ഞിട്ടുണ്ട്. എല്ലാം വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ഞാൻ പറയാം. എക്സ് വൈന് 2 ഈക്വലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിന് ടേംസ് നമ്മൾ ഈക്വേറ്റ് ചെയ്യണം. എക്സ് വൈയും 8ഉം ഈക്വലാണ്. അപ്പം നമുക്കത് അത് എഴുതാം. എക്സ് വൈ ഈസ് ഈക്വൽ ടു 8. അടുത്തത് 4ഉം w ഈക്വലാണ്. അപ്പം ഡബ്ല്യുവിൻ്റെ വില കിട്ടി 4 ആണ്. അടുത്തത് z plus 6ഉം 0 ഈക്വലാണ്. അപ്പം ഇസഡിൻ്റെ വിലയും കിട്ടി. z plus 6 is equal to 0. അപ്പോൾ ഇസഡിൻ്റെ വില കിട്ടി -6. ഓക്കെ. അടുത്തത് എക്സ് പ്ലസ് വൈയും
എക്സ് പ്ലസ് വൈയും ഏതാ എക്സ് പ്ലസ് വൈയും 6ഉം ഈക്വൽ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6 ആകുമ്പം നമുക്ക് വൈ ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് എന്ന് എനിക്ക് എഴുതി കൂടെ? കുഴപ്പമില്ലല്ലോ, എക്സ് അപ്പുറത്തോട്ട് പോയി. അതിനുശേഷം ഇത് ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. എന്നിട്ട് അത് സോൾവ് ചെയ്യലാണ് പരിപാടി. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. ഈ ചുമല ഇക്വേഷൻ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഈ എക്സ് ഇൻറ്റു വൈക്ക് പകരം എന്താ 6 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്തൊരു എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 8. എക്സ് ഇൻറ്റു 6 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, 6x മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 8. മൊത്തം കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? നമുക്കിവിടെ എഴുതാം മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എക്സ് സ്ക്വയർ ആവും, 6x അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 6x ആവും, പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? മൾട്ടിപ്ലൈ ബൈ 8 ആഡ് ചെയ്യുമ്പം -6, 4ഉം -4ഉം 2 ഉണ്ടോ? -4 × 2 എന്ന് പറയുമ്പോൾ 8, -4 + 2. ഓക്കെ, x minus 4 into x minus 2 is equal to 0. ഓക്കെ അല്ലേ? അതെ. അപ്പോൾ എക്സിൻ്റെ വില വരുന്നത് 4ഉം 2ഉം ആണ്. അപ്പോൾ എക്സിന് 2 വില വരും. എക്സിന് 4ഉം വരാം 2ഉം വരാം. അപ്പോൾ എക്സിന് 4 വരുമ്പോഴത്തേക്കും വൈയുടെ വില 2 ആയിരിക്കും. എക്സിന് 2 വരുമ്പോഴത്തേക്കും വൈയുടെ വില 4 ആയിരിക്കും. അപ്പം എക്സിനും വൈക്കും 2 വാല്യൂസ് കാണും. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, if A is equal to 1, 5, 7, 12, B is equal to 9, 1, 7, 8. Find a matrix C such that 3A plus 5B plus 2C is a null matrix. Null matrix എന്ന് പറഞ്ഞാൽ 0 matrix എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ 2x2, ഇതിൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ 2x2. അപ്പം നൾ മെട്രിക്സ് സിയുടെ മെട്രിക്സിൻ്റെ ഓർഡറും 2x2 ആയിരിക്കും. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാവേ. 3A എന്ന് പറയുമ്പോൾ 3, 15, 21, 36. ഓക്കെ, അടുത്തത് 5B 5, 45, 5, 7 5 are 35, 8 5 are 40. ഓക്കെ, അടുത്തത് 2C കണ്ടുപിടിക്കണം. 2C അപ്പം 2C എന്ന് പറയുമ്പം സി മെട്രിക്സിനെ ഞാൻ XYZ വേണ്ട അല്ലേ, ABCDFGH. അപ്പം 2C പറയുമ്പം 2A 2B 2C. അടുത്ത കഴിഞ്ഞിട്ട് സി കഴിഞ്ഞിട്ട് 2D D 2E 2F. ഓക്കെ, 2C എന്ന് പറയുമ്പോൾ സി ആകുമ്പോൾ ABCDF വരെ, 2C ആകുമ്പോൾ 2 അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ, അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നൾ മെട്രിക്സ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാം കൂടെ കൂട്ടാം. 3, 15 പിന്നെ 21, 36. 3, 15, 21, 36 പ്ലസ് അടുത്ത മെട്രിക്സ് 45, 5, അടുത്തത് 35, 40 പ്ലസ് അടുത്തത് സോറി 2/2 മെട്രിക്സ് അല്ലേ, അപ്പം ഇതിൻ്റെ ആവശ്യമില്ല, ഇത് നിർത്തുവാണേ. ABDE 2/2 മെട്രിക്സ് അല്ല, ഞാൻ 2/3 ആണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് 2A 2B സി ഉണ്ട് വരെ 2D 2E ഇസ് ഈക്വൽ ടു നൾ മെട്രിക്സ് 0, 0, 0. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മാത്രം മതി. 3, 48 പ്ലസ് 2A ഇസ് ഈക്വൽ ടു 0. 15 + 5 20 പ്ലസ് 2B 20 പ്ലസ് 2B ഇസ് ഈക്വൽ ടു 0. അടുത്തത് 56 പ്ലസ് 2D ഇസ് ഈക്വൽ ടു 0. അടുത്തത് 76 പ്ലസ് 2E ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കാം. എയുടെ വാല്യൂ വരാൻ പോകുന്നത് -24, ബിയുടെ വാല്യൂ നമുക്കറിയാം -10, സിയുടെ വാല്യൂ -28, ഡിയുടെ വാല്യൂ -38. ഡി അല്ല, ബി എന്തൊക്കെയാണ് എടുത്തേക്കുന്നത്? ബി ഡിയും ഇയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. എയും ബിയും ഡിയും ഇയും ഏത് കണ്ടുപിടിച്ചിട്ട് നേരെ ആ മെട്രിക്സ് ആക്കിയാൽ മതി. ആ മെട്രിക്സ് അപ്പോൾ എന്താ വരുന്നത് നമുക്കറിയാം. മെട്രിക്സ് സി എന്ന് പറയുന്നത് -24, -10, -28, -38. ഇതായിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? ചെയ്ത് നോക്കിക്കോണേ.
ഇവിടെ എയും ബിയും ടിയും ഇയും ആണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എയും ബിയും സിയും ഡിയും എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇഫ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 14i ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതൊരു 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഇവിടെ ഐ എന്തെടുക്കണം, ഐ ഇസ് ഈക്വൽ i2 എടുക്കണം. 1 0 0 1 എടുക്കണം കേട്ടോ. സ്ട്രേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എ സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാലോ, a ഇൻറ്റു എ മൈനസ് 5a കണ്ടുപിടിക്കുക. ഇതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടുന്നതിന് കാര്യമില്ല, എത്ര വെച്ചാൽ കണ്ടുപിടിക്കുക. ഒരു ചോദ്യം ഉണ്ട്, അത് എ ക്യൂബ് കണ്ടുപിടിക്കാൻ. നിങ്ങൾ അത് ഓർത്ത് ഇറങ്ങലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എ ഇൻറ്റു എ ചെയ്യുമ്പം നിങ്ങൾക്ക് എ സ്ക്വയർ കിട്ടും. ആ എ സ്ക്വയറിനെ ഒന്നുകൂടെ ഒരു എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ക്യൂബ് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചെയ്ത് നോക്കിക്കോണം. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ആൻസർ ഇതാണ്, എ ക്യൂബ് ഈസ് ഈക്വൽ ടു 18797. ഇത് ചെക്ക് ചെയ്തോണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 41, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇത് ലിറ്ററലി എളുപ്പമാണ്. എന്തെങ്കിലും അതിനകത്ത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഞാൻ നോക്കിക്കോട്ടെ. ഇല്ല, ജസ്റ്റ് സ്ട്രൈറ്റ് ഇത് ചെയ്താൽ മതി. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് 3a 3b 3c 3d ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ഇത് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും a+4 ഇത് ആഡ് ചെയ്യാനല്ലേ, a+4 ഇത് a+b+6 ഇത് c+d-1 ഇത് 2d+3 എന്നിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. 2d+3യും 3d കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അല്ല മീൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഡിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, പിന്നെ 3c + d-1 കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഓൾറെഡി നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഡിയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ 3aയും a+4 കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എയുടെ വാല്യൂ ഇടും. എ അപ്പുറത്തോട്ട് പോകുമ്പോൾ 2a ആവും. എയുടെ വാല്യൂ 2 എന്ന് കിട്ടും. 3bയും a+b+6 കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് ഈ ഇവിടെ കിട്ടുന്ന എയുടെ വാല്യൂ എന്താണോ ആ എയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പം ബിയുടെ വാല്യൂ കിട്ടും. ഇതുപോലത്തെ ഒരു കണക്ക് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആൻസർ വരുന്നത് ഒരു സെക്കൻഡ് ആയിട്ട് പറയാവേ. 41ൻ്റെ ആൻസർ വരുന്നത് എയുടെ വാല്യൂ വരുന്നത് എയുടെ വാല്യൂ 2 എന്ന് വരും, ബിയുടെ വാല്യൂ 4 എന്ന് വരും, സിയുടെ വാല്യൂ 3 എന്ന് വരും. റൈറ്റ്, സോറി, ഡിയുടെ വാല്യൂ 3 എന്ന് വരും, സിയുടെ വാല്യൂ 1 എന്ന് വരും. ഡിയുടെ വാല്യൂ 3 എന്ന് വരും, സിയുടെ വാല്യൂ 1 എന്ന് വരും. 41. ഓക്കെ, ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 42, ഫൈൻഡ് ദ മെട്രിക്സ് എ സച്ച് ദാറ്റ്. ഇത് അപ്പം ഇതൊരു കുറച്ചുകൂടെ ഓൺ ദി ടഫർ സൈഡിലെ ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഐഡിയ ഉപയോഗിക്കണം. ഇത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താ, 1 2 3 3 × 2. കിട്ടിയിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താ, 3 × 3. ഏത് മെട്രിക്സുമായിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ന് പറഞ്ഞാൽ എയുടെ ഓർഡർ എന്തായാലായിരിക്കും 3 × 3 കിട്ടുക. യെസ്, കറക്റ്റ്. ഇത് 2 × 3 മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടത്തുള്ളൂ, 3 × 3 മെട്രിക്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാം. എങ്ങനെ, 2 - 1 1 0 -3 4. അതിനെ ഏത് മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2/3 മെട്രിക്സ്. എ എന്ന് പറഞ്ഞാൽ 2/3 മെട്രിക്സ്. എയിലെ എലമെന്റ്സ് എങ്ങനെ ഇരിക്കും, എക്സ് വൈ ഇസഡ് എ ബി സി. ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഇത് എന്താ 2 × 3 മെട്രിക്സാണ്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് 3 × 3 മെട്രിക്സേ കിട്ടത്തുള്ളൂ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു -1 -8 -10 1 -2 -5 9 22 15. ഓക്കെ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിനോട് ഇക്വേറ്റ് ചെയ്യാൻ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് ഞാൻ കാണിക്കാം. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും 2a - b. കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. 2 ഇതിലെ എലമെന്റ്സ് എടുത്തിരിക്കുന്ന രീതി എന്ന് ഞാൻ മൾട്ടിപ്ലൈ കാണിക്കാം. 2x - a. ഇതിൽ ആൻസറുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒന്ന് മാറ്റുവാണ്. ഇതിനെ ഞാൻ a b c d e f ആൻസറുമായിട്ട് പെട്ടെന്ന് എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ വരും 2a - b ആദ്യത്തെ എലമെൻറ്റ്, രണ്ടാമത്തത് 2b - e, അടുത്ത എലമെൻറ്റ് 2c - f, പിന്നെ a+0 b+0 c+0 -3
3a plus 4d minus 3b plus 4e minus 3c plus 4f ചെയ്ത് നോക്കണം ഈസ് ഈക്വൽ ടു ആ 3/3 മെട്രിക്സ് ഏതാ ഈ 3/3 മെട്രിക്സ് അതേതാ is equal to minus 1 minus 8 minus 10 1 minus 2 minus 5 9 22 15 എന്നിട്ട് ഇതിൽ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ a+0യും a+0 1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എയുടെ വാല്യൂ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്താണ് 1 എന്ന് കിട്ടും. a+0 is equal to 1 which is equal to a is equal to 1. b+0 is equal to -2 b is equal to -2. c+0 is equal to -5 c is equal to -5 കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് 2a plus b is equal to -1. ഓക്കെ, എയുടെ വില ഇവിടെ കിട്ടിയില്ലേ 1 എന്ന്, ആ 1 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ എന്ത് വരും 2a minus d is equal to ആദ്യത്തെ എലമെന്റ് -1. എയുടെ വില ഇവിടെ കിട്ടി 1 എന്ന്. അപ്പോൾ 2 into 1 minus d is equal to -1. 2 minus d is equal to -1. മൈനസ് d അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും d is equal to 3 എന്ന് വരും. മനസ്സിലായോ? 2b minus c is equal to -8. ബിയുടെ വില ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ബിയുടെ വില ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പം ഇയുടെ വില കിട്ടും. അങ്ങനെ തന്നെ എഫും കിട്ടും. ഓക്കെ, ആൻസർ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇയുടെ വില 4 ആയിട്ട് കിട്ടും, എഫിൻ്റെ വില 0 കിട്ടും. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഇ എഫ് കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിച്ചോളൂല്ലോ. എ തന്നിട്ടുണ്ട്, ഫൈൻഡ് a² + 2a + 7i. a² + 2a + 7i ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. a² കണ്ടുപിടിക്കാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. a × a 2a + 7i ആഡ് ചെയ്താൽ മതി. എല്ലാം 2/2 മെട്രിക്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 44th ക്വസ്റ്റ്യൻ. ഇഫ് a is equal to cos alpha sin alpha minus sin alpha cos alpha and a inverse is equal to a transpose, find the value of alpha. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ജസ്റ്റ് എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, a ഇൻവേഴ്സ് a ട്രാൻസ്പോസ് ആണ് തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മെത്തഡ് എന്താണെന്ന് വെച്ചാൽ a ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു a ട്രാൻസ്പോസ് ആകുമ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. രണ്ടിൻ്റെ ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും ഞാനൊരു a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ a inverse is equal to a into a transpose. രണ്ട് സൈഡിലും വരെ ഇപ്പം 2 is equal to 2. രണ്ട് സൈഡിലും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ തരും. രണ്ട് സൈഡിലും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് പറ്റും? 10 is equal to 10. മാറ്റമൊന്നുമില്ലല്ലോ, ആ സെയിം കാര്യം തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്? a into a inverse പറഞ്ഞാൽ അതെനിക്ക് കിട്ടുന്നത് i ആയിട്ടായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ a into a inverse എന്ന് പറഞ്ഞാൽ 2 into 1/2 ചെയ്യുന്ന പോലെയാണ്. 2 into 2 കട്ടായിട്ട് നമുക്ക് അവസാനം ഐഡൻറ്റിറ്റി അല്ലെ 1 തിരിച്ച് കിട്ടും. ആ സെയിം കാര്യം തന്നെയാണ് ഒരു ഇൻവേഴ്സിൻ്റെ കൂടെ നമ്മൾ ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഐഡൻറ്റിറ്റി ആയിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയോ, a into a inverse ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി ആയിരിക്കും. a inverse into a ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി ആയിരിക്കും. b into b ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ആ മെട്രിക്സും അതിന് ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും ഇസ് ഈക്വൽ ടു a into a ട്രാൻസ്പോസ് എന്ന് വരുക. ഇസ് ഈക്വൽ ടു a into a ട്രാൻസ്പോസ്. a into a ട്രാൻസ്പോസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഇടുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എന്താണ് ചെയ്തത് പെട്ടെന്നൊന്ന് നോക്കിക്കേ, ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് a ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു a ട്രാൻസ്പോസ്. ഞാൻ എന്താ ചെയ്തേ? അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ a വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ വിളിക്കുന്നത് പ്രീ മൾട്ടിപ്ലൈയിങ് എന്നാണ്. പ്രീ മൾട്ടിപ്ലൈയിങ് വിത്ത് a വെച്ച് പ്രീ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a into a ഇൻവേഴ്സ് i, a into a ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു a into a ട്രാൻസ്പോസ്. അപ്പോൾ ഇത് ചെയ്താൽ മതി. a into a ട്രാൻസ്പോസ്, a ഉണ്ടല്ലോ, ട്രാൻസ്പോസ് കണ്ടുപിടിക്കാമല്ലോ. a ഉണ്ട്, അടുത്ത പേജ് അല്ലേ, അടുത്ത പേജ് a into a ട്രാൻസ്പോസ്. അപ്പോൾ cos ആൽഫ sin ആൽഫ മൈനസ് sin ആൽഫ cos ആൽഫ
ഇനി അതിൻ്റെ ട്രാൻസ്പോസ് എന്താ ട്രാൻസ്പോസ്? കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ട്രാൻസ്പോസ് എന്താ? ഐ എന്താണ്? 1001. ഓക്കെ, ശരിയല്ലേ? ഇതിൻ്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ. ശരി, നമുക്കിത് തന്നെ ആൽഫ കണ്ടുപിടിക്കാം. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ. അപ്പം ഇതിൻ്റെ ഫസ്റ്റിൻ്റെ റോ സെക്കൻഡിൻ്റെ കോളം അല്ലേ? കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, കോളം കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ചെയ്യാം. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. ഓക്കെ, അടുത്തത് കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. റൈറ്റ്, അടുത്തത് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ. അടുത്തത് മൈനസ് സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ. അപ്പോൾ എന്തൊരു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ 1001 ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ട്. കോസ് സ്ക്വയർ ആൽഫ ഇൻറ്റു സൈൻ സ്ക്വയർ ആൽഫ എന്ത് വരും? 1 എന്ന് വരും. മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ കട്ടായി പോകും, എന്ത് വരും? 0 എന്ന് വരും. ഇവിടെ മൈനസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ 0 എന്ന് വരും. സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്താണ്? 1 എന്ന് വരും. ഇതിനകത്ത് ഇത് ചെയ്യുമ്പോൾ ആൽഫകളെല്ലാം ഇല്ലാണ്ടായി പോവുക. നമ്മളോട് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫയിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, കാരണം അതിൻ്റെ വാല്യൂ 1 ആണ്. ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ 1 ആവും. ഓക്കെ, ഇത് 0 ആയി പോവും, ഇതും 1 ആവും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെയിം മെട്രിക്സ് തന്നെ തിരിച്ച് കിട്ടണം. ഇതിനകത്ത് ആൽഫകളെല്ലാം ഇല്ലാണ്ടായി പോവുക. അതിൽ നിന്ന് എന്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഫോർ എനി വാല്യൂ ഓഫ് ആൽഫ ദ ഇക്വേഷൻ സാറ്റിസ്ഫൈസ്. ഇക്വേഷൻ സാറ്റിസ്ഫൈസ്. ആൽഫയുടെ ഏത് വാല്യൂവിനും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് അവസാനം എഴുതേണ്ടത്, ഇത്രയും എഴുതിയതിന് ശേഷം. ഓക്കെ, ശരി. വെരി 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 സിമ്പിൾ. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി. നമുക്കറിയാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ 0 ആയിരിക്കും. അപ്പോൾ ബിയുടെ വാല്യൂ 0. ഓക്കെ, അടുത്തത് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -2 ആയിരിക്കും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു -2. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ -3 ആയിരിക്കും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു -3. ആൻസർ ആയി. ഓക്കെ, അതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 45. ആൻസർ ആയല്ലോ. എയും ബിയും സിയും കണ്ടുപിടിക്കാൻ വേണ്ടി എ -2 സി -3 ബി 0. ക്വസ്റ്റ്യൻ നമ്പർ 46 is another important question. പി ഓഫ് എക്സ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് എക്സിൽ തന്നിരിക്കുകയാണ്. കോസ് എക്സ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഷോ ദാറ്റ് പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് പ്ലസ് വൈ. LHS RHS പരിപാടി നടക്കത്തുള്ളൂ. ഇത് LHS, ഇത് RHS. LHS പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ. പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ ചെയ്യാവേ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിലുള്ളത് കോസ് എക്സ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, പി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്താവും? വൈ ആവും. അപ്പോൾ ഇവിടെ എല്ലാം വൈ ആവും. അപ്പോൾ എന്ത് വരും? കോസ് വൈ സൈൻ വൈ മൈനസ് സൈൻ വൈ കോസ് വൈ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്താ കിട്ടുന്നത് നോക്കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് മെട്രിക്സിൻ്റെ അപ്പുറത്ത് പേജ് ചെയ്യാം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ cos x, sin x minus sin x, cos x. സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം cos y minus sin y, cos y minus sin y. അടുത്തത് sin y cos y, sin y cos y. മൾട്ടിപ്ലൈ അല്ലേ? cos x ഇൻറ്റു cos y, cos x ഇൻറ്റു cos y എന്ന് തന്നെ പറ്റത്തുള്ളൂ. sin x ഇൻറ്റു sin y മൈനസ് sin y എന്നല്ല മൈനസ് sin x ഇൻറ്റു sin y എന്ന് തന്നെ പറ്റത്തുള്ളൂ. അടുത്തത് cos x ഇൻറ്റു sin y, cos x ഇൻറ്റു sin y പ്ലസ് sin x ഇൻറ്റു
കോസ് ഫൈവ്. കൊള്ളാം. അടുത്തത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. എന്തൊക്കെയാണ് ഇത്? മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ്. ഇതെല്ലാം ഐഡൻറ്റിറ്റീസാണ് പ്ലസ് വണ്ണിൽ പഠിച്ചത്. എല്ലാം ഞാൻ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യത്തത് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. ഇത് ഏത് ഐഡൻറ്റിറ്റിയാ? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇത് കോസ് എക്സ് പ്ലസ് വൈ ആണ് അല്ലേ? അതെ. അടുത്തത് നോക്കിക്കേ, കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. അത് റീറൈറ്റ് ചെയ്യണം എങ്കിലേ ഉള്ളത് മനസ്സിലാകത്തുള്ളൂ. ഇത് നോക്കിയേ, ഇത് രണ്ടാമത്തെ ടേമിനെ ആദ്യം എഴുതണം. നോക്കിയേ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇതേതാ? ഇത് സൈൻ എക്സ് പ്ലസ് വൈ ആണ്. ശരിയല്ലേ? സൈൻ എക്സ് പ്ലസ് വൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് സൈൻ വൈ. എല്ലാം പൊടി തട്ടി എടുത്തു, ഇനി ആവശ്യം വരും. അടുത്തത് ഇതിനൊരു മൈനസ് കോമൺ എടുക്കാം. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് വരും മൈനസ് ഓഫ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ ഇത് മൈനസ് വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സൈൻ എക്സ് അതെ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ആണ്. ശരിയല്ലേ? മൈനസ് എഴുത് സൈൻ എക്സ് പ്ലസ്. ഓക്കെ കറക്റ്റ്. അടുത്തത് ഇത് കോസ് എക്സ് കോസ് വൈ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. വളരെ എളുപ്പം. എന്നാ ഇത് വീണ്ടും കോസ് എക്സ് പ്ലസ് വൈ ആണ്. അത് തന്നെയാണോ പി ഓഫ് എക്സ്? പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനത്ത് കാര്യം പിടികിട്ടിയോ? ഈ പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ വന്നാൽ കിട്ടുന്ന പോലെ ആയിരിക്കണം ആൻസർ. കാരണം ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് വൈ ആയിരിക്കും ആൻസർ. അതാണ് പി ഓഫ് എക്സ് പ്ലസ് വൈ. ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് വൈ ആയിരിക്കണം. അതാണ് പി ഓഫ് എക്സ് പ്ലസ് വൈ. ഇവിടെ എക്സ് പ്ലസ് വൈ ആയിരിക്കും, ഇവിടെയും എക്സ് പ്ലസ് വൈ ആയിരിക്കും. അങ്ങനെയാണോ ആൻസർ വന്നേക്കുന്നത്? ഒന്നാമത്തത് കോസ് എക്സ് പ്ലസ് വൈ ആണ്, കോസ് എക്സ് പ്ലസ് വൈ. രണ്ടാമത്തത് സൈൻ എക്സ് പ്ലസ് വൈ ആണ്, സൈൻ എക്സ് പ്ലസ് വൈ. മൂന്നാമത്തത് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ. മൂന്നാമത്തത് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ആണ് അവിടെ. നാലാമത്തത് കോസ് എക്സ് പ്ലസ് വൈ ആണോ? ആണ് കോസ് എക്സ് പ്ലസ് വൈ. ഇതാണ് എന്ത്? പി ഓഫ് എക്സ് പ്ലസ് വൈ. മനസ്സിലായോ? നമ്മൾ ചെയ്തത് പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ ആണ്. നമുക്ക് കിട്ടിയത് എന്താ? പി ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന എൽ എച്ച് എസിൽ നിന്ന് ചെയ്ത് നമ്മൾ ആർ എച്ച് എസ് കിട്ടിയിരിക്കുകയാണ്. എൽ എച്ച് എസിൽ നിന്ന് ചെയ്ത് നമുക്ക് ആർ എച്ച് എസ് കിട്ടി. ഒന്നുകിൽ എൽ എച്ച് എസും ആർ എച്ച് എസും ചെയ്തിട്ട് ഇതാന്ന് കാണിക്കാം. ഇതുകൊണ്ട് മതിയായിരിക്കും, ഇത്രയും ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇനി പി ഓഫ് വൈ ഇൻറ്റു പി ഓഫ് എക്സ് അത് നിങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എക്സ് ആദ്യം എഴുതി വൈ രണ്ടാമത് എഴുതി. നിങ്ങൾ എന്ത് ചെയ്യണം? വൈ ആദ്യത്തെ എഴുതിയിട്ട് എക്സ് രണ്ടാമത് എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ. ഓക്കെ, ശരി. അത് ചെയ്തുകൊണ്ട് വരിക, തെറ്റിക്കരുത്. Another important question. If A is a square matrix such that A square is equal to A, show that I plus A the whole cube is equal to 7A plus I. ഓക്കെ, ഇതിന് ഏറ്റവും ആദ്യം നിങ്ങൾ പറഞ്ഞാൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എന്നുള്ളതാണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ്, അതിൻ്റെ പേര് ഐഡൻബട്ടൺ മെട്രിക്സ് എന്നാണ് തോന്നുന്നത്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ചെയ്യുമ്പോൾ ആ സെയിം മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടുക, അതാണ് മെട്രിക്സ്. ഓക്കെ, ഷോ ദാറ്റ് ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 7A plus I. നമ്മൾ എൽ എച്ച് എസ് ചെയ്യാം. എൽ എച്ച് എസ് ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ്. അതിനു മുമ്പ് എനിക്ക് അറിയേണ്ടത് വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ്. എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3x വൈ സ്ക്വയർ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനിയും ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ച് ഞാനൊരു കാര്യങ്ങൾ പറയാണ്. എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ്. എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് പിന്നെ മൈനസ് 3x സ്ക്വയർ വൈ പ്ലസ് 3x വൈ സ്ക്വയർ. ഓക്കെ, ശരി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് ആദ്യത്തത് മാത്രമാണ്. അപ്പോൾ ആദ്യത്തതിൻ്റെ കാര്യം മാത്രം പറയാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് അല്ലെങ്കിൽ
എന്തെന്ന് പറയാം, ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു ഐ ക്യൂബ് പ്ലസ് എ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് 3 ഇൻറ്റു ഐ ഇൻറ്റു എ സ്ക്വയർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ എഴുതാൻ പോകുന്ന 1-2 സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വലതുവശത്ത് അതിൻ്റെ റീസൺ കൂടെ എഴുതാം. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഐ തന്നെ ആയിരിക്കും. ഐനെ സ്ക്വയർ ചെയ്താലും ഐനെ ക്യൂബ് ചെയ്താലും ഐനെ റേസ്റ്റ് 4 ചെയ്താലും ഐ റേസ്റ്റ് n ആണെങ്കിലും ആൻസർ കിട്ടുന്നത് ഐ തന്നെ ആയിരിക്കും. ഇത് വലതുവശത്ത് എഴുതണം. ഓക്കെ, അടുത്തത് എ ക്യൂബ്. എ ക്യൂബിനെ എനിക്ക് എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എ സ്ക്വയർ ഇൻറ്റു എ കുഴപ്പമില്ലല്ലോ, അങ്ങനെ കിടന്നോട്ടെ. ഒരു കാര്യമുണ്ട്, അതാ 3 ഇൻറ്റു ഐ സ്ക്വയർ എന്താ, ഐ തന്നെയാണ്. ഐനെ 3 ഇൻറ്റു ഐ സ്ക്വയർ ഐ ആകുമ്പോൾ 3 ഇൻറ്റു ഐ ഇൻറ്റു എന്ന് എഴുതുന്നു പ്ലസ് 3 ഇൻറ്റു ഐ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, എ തന്നെയാണ്. അപ്പോൾ 3 ഇൻറ്റു ഐ ഇൻറ്റു എ. ഇനി നോക്കിക്കേ, ഐ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. അപ്പോൾ എ ഇൻറ്റു എ പ്ലസ് ഐനെ ഏതൊരു മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടത്തുള്ളൂ. ഐ ഇൻറ്റു എ എന്ന് പറഞ്ഞാലും എ ആയിരിക്കും, എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാലും എ ആയിരിക്കും, ഐ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ആയിരിക്കും, ബി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാലും ബി ആയിരിക്കും. ഐയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏത് മെട്രിക്സും ആ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഐയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ ഐയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ തിരിച്ചു കിട്ടും. അപ്പോൾ ഇത് 3 ഇൻറ്റു എ എന്ന് നമുക്ക് എഴുതാം. ഇവിടെയും 3 ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഐ പ്ലസ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. എ സ്ക്വയർ വീണ്ടും എന്താണ്, എ തന്നെയാണ്. അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. പ്ലസ് 3a പ്ലസ് 3a, 3a പ്ലസ് 3a എന്താണ്, 6a ആണ്. ഓക്കെ, ഇനി ഐ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. അപ്പോൾ എന്ത് എഴുതാം, സോറി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. ഐ പ്ലസ് എ പ്ലസ് 6a, I plus a plus 6a which is equal to I plus 7a. I plus 7a എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി RHS LHS കഴിഞ്ഞു. ഇനി RHS ഇത് തന്നെയാണോ കിട്ടുന്നത് അറിയണ്ടേ? RHS ഓൾറെഡി കിടപ്പുണ്ട്. 7a plus I പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? 7a plus I നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതുകൊണ്ട് നിർത്താം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48 ആണ്. ഇഫ് എ ആൻഡ് ബി ആർ 2 സ്ക്വയർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ ആൻഡ് ബി ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ബി ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാണോ, ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് മൈനസ് ആയിരിക്കും. ഷോ ദാറ്റ് എ ട്രാൻസ്പോസ് ബി എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പം ഇത് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഈ എ ട്രാൻസ്പോസ് ബി എ ഞാൻ പി ആയിട്ട് വിളിക്കുന്നു. ഓക്കെ, പി ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി എ. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എനിക്ക് മൈനസ് പി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ഇതൊരു സ്ക്യൂ സിമെട്രിക് എന്ന് പറയാൻ പറ്റും. നമുക്കത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, പിയുടെ ട്രാൻസ്പോസ് ഞാൻ എടുക്കുന്നു. പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. ബി ട്രാൻസ്പോസ് ആദ്യം കണ്ടുപിടിക്കണം ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പം ഇവിടെ ഏറ്റവും അവസാനമുള്ളത് ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ ബി, പിന്നെ എ ട്രാൻസ്പോസ്. തുടങ്ങാം. അപ്പം എ ട്രാൻസ്പോസ് ഇൻറ്റു ബിയുടേത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിൻ്റെ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എ തന്നെയാണ്, നമ്മൾ പഠിച്ചാണല്ലോ അല്ലേ. അപ്പം ഇതിൽ ബി ട്രാൻസ്പോസ് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താ ബി ട്രാൻസ്പോസ്? ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം, എ ട്രാൻസ്പോസ് ഇൻറ്റു മൈനസ് ബി ഇൻറ്റു എ. ഈ മൈനസ് ഫ്രണ്ടിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഓഫ് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ഇൻറ്റു എ. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തേ. ഏത് രണ്ടും കൂടെ, ഇതും കൂടെ കമ്പയർ ചെയ്തേ. പിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ കൂട്ടത്തിലൊരു മൈനസ് ഉണ്ടായി അല്ലേ, ഇവിടെ ഒരു മൈനസ് വന്നു, ഇവിടെ ഒരു മൈനസ് വന്നില്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, പി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, മൈനസ് പി കിട്ടി. റൈറ്റ്.
അപ്പോൾ പി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് -p കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പി ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാൻ പറ്റും. പി എന്ന് പറഞ്ഞ് നമ്മൾ എന്താ എടുത്തത്? പി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തത് എന്തിനെയാ? ഇതിനെയാണ് എടുത്തത്. അപ്പൊ പി ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പി എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണ്. ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ഒന്നുകൂടെ ഇത് കാണുക. ഇതുപോലത്തെ ചോദ്യം സ്ഥിരം ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49 ഇല്ല, 50. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം, ഫൈൻഡ് എക്സ് വൈ ആൻഡ് ഇസഡ് ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് ആൻഡ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങളോട്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സോൾവ് ചെയ്യാനില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ എ വെച്ച് പ്രീ മൾട്ടിപ്ലൈ ചെയ്യും. എ പ്രീ മൾട്ടിപ്ലൈയിങ് എ കൊണ്ട് ഇതിനെ പ്രീ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് വരും? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻവേഴ്സ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താ? ഞാൻ കഴിഞ്ഞ എക്സാമ്പിളിൽ പറയായിരുന്നു, എയും അതിൻ്റെ ഇൻവേഴ്സും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഐ ആയിരിക്കും. അപ്പൊ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ. ഓക്കെ, അപ്പൊ എനെ എ ട്രാൻസ്പോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഐ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എക്സും വൈ യൂസും എല്ലാം കണ്ടുപിടിക്കണം. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഓക്കെ, എ ആദ്യം എഴുതാം. എ ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പുറത്തോട്ട് എഴുതാം. എ ഇവിടോട്ട് എഴുതാം. എ എന്തോരും? എ ഈസ് ഈക്വൽ ടു 0 2y z x y മൈനസ് z ആണേ, മൈനസ് z x മൈനസ് y z. ഓക്കെ, എ ട്രാൻസ്പോസ്, ഇതിൻ്റെ ട്രാൻസ്പോസ് 0 x 2y y മൈനസ് y z മൈനസ് z കൊള്ളാം. ഈസ് ഈക്വൽ ടു എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? ഈസ് ഈക്വൽ ടു ഐ. തേർഡ് ഓർഡർ, ഇവിടെ ഓർഡർ എത്ര? 3 × 3 ആണ്. അപ്പൊ ഇതിന്റെ തേർഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും 1 0 0 0 1 0 0 0 1. ഓക്കെ, തേർഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഫസ്റ്റിൻ്റെ റോ, സെക്കൻഡിൻ്റെ കോളം എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഞാൻ എഴുതുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു വലിയ മെട്രിക്സ് ആണ്. ഒരു കാരണവശാലും മൾട്ടിപ്ലൈ ചെയ്യുന്ന കാണിക്കാതിരിക്കരുത്. 0 + 4y² + z² ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡ് 0 + 2y² - z². തേർഡ് എലമെന്റ് 0 - 2y² + z² ഈസ് ഈക്വൽ ടു, അത് പിന്നെ എഴുതാം, 0 + 2y² - z² x² + y² + z², x² - y² - z². അടുത്തത് 0 - 2y + z², x² - y² - z², x² + y² + z². ഓക്കെ, ഈസ് ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസ് നോക്കിക്കോണേ. 0 + 4y² + z², 0 + 2y² - z², അതിനെയും കൂടെ രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും നോക്കി സൂക്ഷ്മിക്കാൻ മതി, മനസ്സിലാവും. സൂക്ഷ്മം നോക്കിയോ. 0 + 4y² + z², ഇവിടെയുള്ള ഏതുമായിട്ട് ഈക്വല്? ഇവിടെയുള്ള 1ഉമായിട്ട് ഈക്വല. അത് ഞാനും കൂടെ എഴുതാൻ പോവാ. 0 + 4y² + z, 0യുടെ ആവശ്യം എനിക്കില്ല, ഈസ് ഈക്വൽ ടു 1. അടുത്തത് 0 + 2y² - z², രണ്ടാമത്തെ എലമെന്റ് ഏതാ? രണ്ടാമത്തെ എലമെന്റ് 0, അതുമായിട്ട് ഈക്വൽ ആണ്. 0 + 2y² - z² ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിന് രണ്ടിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാ. സൂക്ഷിച്ചോണേ. ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 0 + 0 0, 2y² + 4y² which is equal to 6y². ഓക്കെ, പ്ലസ് z² - z². നോക്കിയേ, പ്ലസ് z² - z², ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 ആയി പോകും. 1 + 0 1.
അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/6 അല്ലെ വൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 1/√6. വൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√6 എന്നായിരുന്നു കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഏതാണ് നമുക്ക് എടുക്കുന്നത്? രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് നമ്മൾ വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇസഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇതിനകത്ത് എന്താ ആദ്യത്തെ ഇക്വേഷൻ 4y² പ്ലസ് z² ഇസ് ഈക്വൽ ടു 1 ഉണ്ട്. അതിനകത്ത് പറഞ്ഞത് അത് വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 4 ഇൻറ്റു പ്ലസ് 1/√6 ആണെങ്കിലും മൈനസ് 1/√6 ആണെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ, സ്ക്വയർ ചെയ്യുമ്പം മൈനസ് പോകും. അപ്പം 1/√6 പ്ലസ് ഓർ മൈനസ് 1/√6 ദ ഹോൾ സ്ക്വയർ. വൈയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 അല്ലെ വൈ സ്ക്വയറിന്റെ വാല്യൂ 1/6 ഇട്ടാലും മതി. ഓക്കെ, അതാണ് നല്ലത്. അപ്പം 4 ഇൻറ്റു വൈ സ്ക്വയറിന്റെ വാല്യൂ 1/6 പ്ലസ് z² ഇസ് ഈക്വൽ ടു 1. 4/6 പ്ലസ് z² ഇസ് ഈക്വൽ ടു 1. z² ഇസ് ഈക്വൽ ടു 1 മൈനസ് 4/6. z² 4/6 എനിക്ക് 2/3 എന്ന് എഴുതാം. 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/3 എന്ന് എഴുതാം. 1 മൈനസ് 2/3. 1 മൈനസ് 2/3 എന്ന് പറഞ്ഞാൽ z ഇസ് ഈക്വൽ ടു 1. z² ഇസ് ഈക്വൽ ടു 1/3 അല്ലെങ്കിൽ z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ y കിട്ടി, z കിട്ടി. ഇനി എനിക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി x മാത്രം എനിക്ക് കണ്ടുപിടിച്ചാൽ മതി. ഈ ഇക്വേഷനിലോട്ട് അടുത്ത ഇക്വേഷനിൽ നോക്ക്, എങ്ങനെ x കണ്ടുപിടിക്കാന്നുള്ളത് കണ്ടുപിടിക്കണം. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യമുണ്ട്. ഇത് ഓരോ ഇക്വേഷൻ നോക്കിയാണ് നമുക്ക് എക്സ് ഉള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഇതിനകത്ത് എക്സ് ഉണ്ട്, ഇതിനകത്ത് എക്സ് ഉണ്ട്, ഇതിനകത്ത് എക്സ് ഉണ്ട്, ഇതിനകത്ത് എക്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ -y², അല്ല ഇവിടെ +y² പ്ലസ് z², ഇവിടെ -y² മൈനസ് z². ഈ രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലസ് z² പ്ലസ് y², മൈനസ് y² മൈനസ് z² ക്യാൻസൽ ആയി പോകും. അപ്പോൾ എനിക്ക് അവിടെ സിമ്പിളായിട്ട് x² വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ഐഡിയ ആണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് എനിക്കൊന്ന് എഴുതണം. ഏതാ? x² പ്ലസ് y² പ്ലസ് z² ഇസ് ഈക്വൽ ടു ഇവിടുത്തെ നടുക്കത്തെ ടേം എത്രയാ? 1. ഓക്കെ, x² പ്ലസ് y² പ്ലസ് z² ഇസ് ഈക്വൽ ടു 1. അടുത്തത് x² മൈനസ് y² മൈനസ് z² ഇസ് ഈക്വൽ ടു ഇവിടുത്തെ നടുക്കത്തെ ടേം എത്രയാ? 0. x² മൈനസ് y² മൈനസ് z², സോറി, x² മൈനസ് y² മൈനസ് z² ഇസ് ഈക്വൽ ടു എത്ര എഴുതാൻ? 0 അല്ലേ? യെസ്. രണ്ടുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ -y² പ്ലസ് y² പോകും, പ്ലസ് z² മൈനസ് z² പോകും. x² ചെയ്യുമ്പോൾ 2x². 2x² ഇസ് 1, x² ഇസ് 1/2, x ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√2. x പ്ലസ് ഓർ മൈനസ് 1/√2, y പ്ലസ് ഓർ മൈനസ് 1/√6 പ്ലസ് ഓർ മൈനസ് 1/√6, z പ്ലസ് ഓർ മൈനസ് 1 എത്ര വരും? 1/√3 പ്ലസ് ഓർ മൈനസ് 1/√3. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിരുന്നു, ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 52. എക്സ്പ്രസ് ദ മാട്രിക്സ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ഞാൻ ചെയ്യത്തില്ല, കാരണം പലതവണയായിട്ട് നമ്മൾ ക്ലാസ് ചെയ്തതാണ്. ചോദ്യം തന്നെ ചെയ്തോണം. സിമെട്രിക് എന്നും സ്ക്യൂ സിമെട്രിക് എന്നുള്ള എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ഞാൻ കളയും. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ നമ്പർ 53. അപ്പം ഇവിടെ തൊട്ടുള്ളത് എന്നാ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദ മെട്രിക്സ് 0 0 4 0 4 0 0 0 4 ഈസ് എ. അത് എന്ത് ടൈപ്പ് മെട്രിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് വൺ സ്ക്വയർ മെട്രിക്സ്. തീർച്ചയായും സ്ക്വയർ മെട്രിക്സ് ആണ്. 3x3 മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണ്. അത് ശരിയായുള്ള കാര്യമാണ്. അടുത്തത് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡയഗണലിൽ മാത്രം എലമെന്റ്സ് വരുന്ന മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഇതിന്റെ ഡയഗണലാണ് എലമെന്റ്സ്, പക്ഷേ റോങ് ഡയഗണലായി പോയി. ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ് ഡയഗണൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള, ഇതല്ല ഡയഗണൽ. ഓക്കെ, ഇത് നമുക്ക് ഡയഗണലായിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഡയഗണൽ ഓഫ് ഡയഗണൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശരിക്കും സ്ക്വയർ മെട്രിക്സസ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണോ? അല്ല. ഓക്കെ, അടുത്ത കാര്യം നോക്കിയേ, ഇറ്റ്സ് എ യൂണിറ്റ് മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിനകത്തുള്ള എലമെന്റുകളെല്ലാം 1 ആണെങ്കിൽ അതിനെ പറയുന്നതാണ് യൂണിറ്റ് മെട്രിക്സ്. ഒരു മെട്രിക്സിന് 1 0 0 1 അങ്ങനെ കിടക്കുന്നതിനെ ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സും യൂണിറ്റ് മെട്രിക്സും രണ്ടും രണ്ടാണ്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് യൂണിറ്റ് മെട്രിക്സ്, ഇത് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇത് യൂണിറ്റ് മെട്രിക്സ് ആണോ? അല്ല. നൺ അല്ല. ഒന്നുമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇത് തീർച്ചയായും എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് ആൻസർ എന്തായിരിക്കും? ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ.
Question number 54. Total number of possible elements of a 3x3 matrix, each entry having 0 and 2. 3x3 മെട്രിക്സിൽ മൊത്തം 80 എലമെന്റ്സ് ഉണ്ട്. ഇവിടെ 0 അല്ലെങ്കിൽ 2 വരാം, 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 ഇവിടെ 0 അല്ലെങ്കിൽ 2 വരാം. അപ്പം മൊത്തം ഇവിടെ 2 പോസിബിലിറ്റി, ഇവിടെ 2 പോസിബിലിറ്റി, ഇവിടെ 2 പോസിബിലിറ്റി, അങ്ങനെ മൊത്തം എത്ര പോസിബിലിറ്റി? 2 × 2 × 2 × അങ്ങനെ 9 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 2⁹ അല്ലെങ്കിൽ 510 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. 512 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 2x + y 4x 5x - 3 then the value of x and y. ഇത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊന്ന് പറയത്തുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്തോ. ഇതിൽ 2x + y = 7 ചെയ്യുക. ശേഷം ഏറ്റവും നല്ലത് 5x + 7 = y കൊടുക്കുക. അതിൽ നിന്ന് രണ്ടുകൂടെ ആഡ് ചെയ്ത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കാണിക്കാം. ഇനി നമുക്കിത് ചെയ്യാൻ സമയമില്ല. രണ്ടെണ്ണം 2x + y = 7. അടുത്തത് 5x - 7 ഇപ്പുറത്തെന്താ y. ഓക്കെ, ഇവിടെ ഈ y-ന് ഇപ്പുറത്തോട്ടും 7-നെ അപ്പുറത്തോട്ടും കൊണ്ടുപോയാൽ എന്ത് വരും? 5x - y = 7 എന്ന് വരും. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എഴുതുക, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എഴുതുക. ഓക്കെ, ഇക്വേഷൻ 2 + 1 1 + 2. ഇക്വേഷൻ 1 + 2 ചെയ്യുമ്പോൾ എന്ത് വരും? 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -y-യും +y-യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. 2x-ഉം 5x-ഉം ആഡ് ചെയ്യുമ്പോൾ 7x = 7 + 7 14. x = 2 എന്ന് വരും. ഓക്കെ, x = 2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഏതാണ്? x = 2 ആണെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ 2 ഇട്ട് കൊടുക്കുക. 1-ലോ 2-ലോ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 2 + y = 7, y = 3 വരും. y = 3 ഉള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചെയ്ത് നോക്കണം. ഓപ്ഷൻ ടിക്ക് ചെയ്ത് വെച്ചാൽ മാർക്ക് തരത്തില്ല, ചെയ്ത് കാണിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 57. ഓക്കെ, if A and B are two matrices of order 3 × m and 3 × n respectively, where m is equal to n, the order of 5a - 2b is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 5a - 2b. അപ്പം ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ, എയുടെ ഓർഡർ 3 × m, ബിയുടെ ഓർഡർ 3 × n. ഓക്കെ, അപ്പം കൂടാത്തതിന് m is equal to n എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് മെട്രിക്സുകളെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഓർഡറുകൾ സെയിം ആയിരിക്കണം. 5 എയുടെ ഓർഡർ 3 × m - 2 × ബിയുടെ ഓർഡർ 3 × n. m ഈസ് ഈക്വൽ ടു n ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെട്രിക്സിൻ്റെ m = n ആയതുകൊണ്ട് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഒന്നുകിൽ എയുടെയും ബിയുടെയും ഓർഡർ 3 × m ആയിരിക്കും, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും ഓർഡർ 3 × n ആയിരിക്കും. ഐദർ order is 3 × m or 3 × n. 3 × m -ഓ 3 × n മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇതിൽ ഓപ്ഷൻസ് നോക്കിയേ. m × 3 തെറ്റാണ്, 3 × 3 തെറ്റാണ്, m × n തെറ്റാണ്, m × n ശരിയാണ്. ഇവിടെ m × n-ഉം m × മീൻസ് 3 × n-ഉം 3 × m-ഉം ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്ക്വാളിഫൈ ആയി പോയിരുന്നു. കാരണം രണ്ട് ഓപ്ഷൻ ശരിയാണ്. ഇവിടെ പക്ഷേ ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏതാ? 3 × n മാത്രമേ ഉള്ളൂ. 3 × n ശരിയാണ് എന്ന് നമുക്ക് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ കേട്ട് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 58. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. a² ഞാൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എ തന്നിട്ടുണ്ട്, a² കണ്ടുപിടിക്കുക. a² കണ്ടുപിടിച്ചിട്ട് നേരെ ആൻസർ എഴുതുക. a × a ചെയ്താൽ മതി, അറിയാമല്ലോ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 59. എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ഒരു പ്രത്യേക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, വെരി ട്രിക്കി ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. എളുപ്പമാണ് കേട്ടോ. aij 2 × 2, അർത്ഥം ഒരു 2 × 2 മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു 2 × 2 മെട്രിക്സ് ആണ്. വരച്ചു വെച്ചേക്കുക. ഓക്കെ, aij such that 1 if I = 10. അപ്പോൾ ഇവിടെ നമുക്ക് 4 പോയിന്റ്സ് ഉണ്ട്. a11, a12, a21, a22. ഇവർ പറയുന്നത് എന്താണെന്നറിയോ? i ≠ j ആണെങ്കിൽ 1ഉം i = j ആണെങ്കിൽ 0. i = j എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആയിട്ട് വരുന്നത് അതേതൊക്കെയാ? 1 1ഉം 2 2ഉം. ആ രണ്ട് പൊസിഷൻസ് 0 ആയിരിക്കും. i = j ആയിട്ട് വരുന്ന പൊസിഷൻസ് 0 ആയിരിക്കും.
ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി 1ഉം 2ഉം വ്യത്യസ്തം, 2ഉം 1ഉം വ്യത്യസ്തം. അങ്ങനെ വ്യത്യസ്തമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. കാര്യം മനസ്സിലായോ? ഐ നോട്ട് ഈക്വൽ ടു ജെ 1, ഐ ഈക്വൽ ടു ജെ ഉള്ള സ്ഥലത്ത് 0. അതാ അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതെന്താ പറയുന്നത്? ദെൻ ഫൈൻഡ് എ സ്ക്വയർ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതാണ് എ. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഇപ്പുറത്ത്? 0 0 1 0. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? ഐ ആയിരിക്കും ആൻസർ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ദ മെട്രിക്സ് ഈസ് എ. ഒന്നാമത്തെ കാര്യം, നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും, പക്ഷേ ഡയഗണൽ മെട്രിക്സ് ഓപ്ഷൻ ഇല്ല. ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണോ? ഒരിക്കലും അല്ല, അറിയാമല്ലോ. പിന്നെ ഒരു സിമെട്രിക് മെട്രിക്സ് ആണോ? സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെ തിരിച്ചു കിട്ടണം. അതാണ് സിമെട്രിക് മെട്രിക്സ്. ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 1 0 0 0 2 0 0 0 4. സിമെട്രിക് മെട്രിക്സ് ആണോ? യെസ്, സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ? ട്രാൻസ്പോസ് ചെയ്തപ്പോൾ സെയിം മെട്രിക്സ് തന്നെ കിട്ടി, സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണോ? അല്ല. ഡയഗണൽ എലമെന്റ്സ് 0 ആണെങ്കിൽ ഇത് സ്ക്യൂ സിമെട്രിക് ആകത്തുള്ളൂ. നൺ ഓഫ് ദിസ് ആണോ? അല്ല. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ചിന്തിച്ച് ഉത്തരം ചെയ്യാം. ദ മെട്രിക്സ് ഇത് ഈസേ, നോക്കേണ്ട ആവശ്യം പോലില്ലല്ലോ. എന്നാ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, എളുപ്പമല്ലേ? ഓക്കെ, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 62. If A is a matrix of order m cross n, B is a matrix such that AB transpose and B transpose A are both defined, then the order of B is. Very important question, very tricky question. Okay. A എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ തന്നിട്ടുണ്ട് എം ക്രോസ് എൻ. ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ്, അതിനെപ്പറ്റിയൊന്നും അതിന്റെ ഓർഡറിനെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, എ ബി ട്രാൻസ്പോസും ബി ട്രാൻസ്പോസ് എയും ഡിഫൈൻഡ് ആണ്. ഇപ്പൊ കണ്ടുപിടിച്ച് തരാം. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എം ക്രോസ് എൻ. ബി ട്രാൻസ്പോസ് ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഏതിൽ തുടങ്ങണം? ബി ട്രാൻസ്പോസ് തുടങ്ങുന്നത് എന്നിലായിരിക്കും. എങ്കിലല്ലേ എ ബി ട്രാൻസ്പോസ് ഡിഫൈൻഡ് ആവത്തുള്ളൂ. ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? മസ്റ്റായിട്ട് ബി ട്രാൻസ്പോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിലായിരിക്കണം. എൻ ഇൻറ്റു കെ. കാരണം വെച്ചാൽ രണ്ടാമത്തെ ഏത് അതിൻ്റെ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ എ ബി ട്രാൻസ്പോസിനെ ബി ട്രാൻസ്പോസ് എൻ ഇൻറ്റു കെ എന്ന് എനിക്ക് പറയാൻ പറ്റും. അടുത്തത് അവർ പറയുന്ന നോക്കിയേ, ബി ട്രാൻസ്പോസ് ഇൻറ്റു എയും ഡിഫൈൻഡ് ആണ്. അപ്പം ബി ട്രാൻസ്പോസിൻ്റെ ഓർഡർ ഞാൻ ഇപ്പം പറഞ്ഞു, എന്താണ്? എൻ ക്രോസ് കെ ഇൻറ്റു എ ഡിഫൈൻഡ് ആണ്. എ എന്താ? എയുടെ ഓർഡർ നമുക്കറിയാം, എം ക്രോസ് എൻ. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കെയും ഈ ഇവിടെയുള്ളതും ഈക്വൽ ആവണ്ടേ? എങ്കിലല്ലേ അത് ഡിഫൈൻഡ് ആകത്തുള്ളൂ. അപ്പോൾ കെയുടെ വാല്യൂ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും? കെയുടെ വാല്യൂ എം ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ബി ട്രാൻസ്പോസിന്റെ ഓർഡർ എനിക്കറിയാം, അത് എൻ ക്രോസ് എം ആണ്. എൻ ക്രോസ് എം ആണ് അല്ലേ? കെയുടെ വാല്യൂ എം ആണ് നമുക്കിപ്പോൾ കിട്ടി. ബി ട്രാൻസ്പോസിന്റെ ഓർഡർ എൻ ക്രോസ് ആണ്. അപ്പം ബിയുടെ ഓർഡർ എന്തായിരിക്കും? ബിയുടെ ഓർഡർ നേരെ തിരിയും. എന്തായിരിക്കും അത്? എം ക്രോസ് എൻ ആണ്. മനസ്സിലായോ? ബിയുടെ ഓർഡർ എം ക്രോസ് എൻ ആണ്. ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് ഈ ചോദ്യം ചെയ്യണം. ഒന്നുകൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നോക്കുക. Question number 63. If A and B are symmetric, A and B are matrices of same order. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം തന്നെ. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് ഈസ് എ എന്ന് പറയുന്നത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്നാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോൾ വന്നാലും ഒരേ രീതിയാണ്. ഇതിനെ പി ആയിട്ട് എടുക്കുക. പി ഈസ് ഈക്വൽ ടു എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. ഓക്കെ, ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അത് പി ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് സിമെട്രിക് മെട്രിക്സ്. മൈനസ് പി ആ കിട്ടുന്നതെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പി ആണെ പി ട്രാൻസ്പോസ് എടുക്കാം. പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ബി ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം എ ബി ദ ഹോൾ പഠിച്ചിട്ടുണ്ട്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ആദ്യമേ രണ്ടാമത്തെ ട്രാൻസ്പോസ് ഇൻറ്റു ആദ്യത്തിന്റെ ട്രാൻസ്പോസ്. ഇതാണ് ചെയ്യേണ്ടത്. ശരി, നമുക്കത് ചെയ്തേക്കാം. ഓക്കെ, ബി ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്
മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഓക്കെ ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു മൈനസ് എടുത്താൽ, ഈ ഇക്വേഷനിൽ നിന്ന് ഞാനൊരു മൈനസ് എടുത്താൽ എന്ത് പറ്റും? ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി ട്രാൻസ്പോസ് എന്താവും? അപ്പോൾ മൈനസ് ബി എ ട്രാൻസ്പോസ്. ഇവിടെ നിന്ന് ഒരു മൈനസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? പ്ലസ് എ ഇൻറ്റു ബി ട്രാൻസ്പോസ്. റീറൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. ഇത് തന്നെയല്ലേ ഇത്? മനസ്സിലായോ? അപ്പം എനിക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് പി. പിയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എനിക്ക് മൈനസ് പി, ഒരു സാധനത്തിന് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതിൻ്റെ മൈനസ് കിട്ടിയാൽ ദാറ്റ് മെട്രിക്സ് ഈസ് സ്ക്യൂ സിമെട്രിക്. ശരിയല്ലേ? ദാറ്റ് മെട്രിക് ഈസ് സ്ക്യൂ സിമെട്രിക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ എ. ശ്രദ്ധിച്ച് ഒന്നുകൂടെ കേട്ടിട്ട് ചെയ്ത് നോക്കുക. Question number 64. If A is a square matrix such that A square is equal to I, A square I ആണ്, then A minus I the whole cube plus A plus I the whole cube minus 7A is equal to. ഓക്കെ, അപ്പം A minus I the whole cube, A minus I the whole, രണ്ടിൻ്റെ എക്സ്പാൻഷൻ, ഞാൻ നേരത്തെ രണ്ടിൻ്റെ എക്സ്പാൻഷൻ പറഞ്ഞു, ആ എക്സ്പാൻഷൻ ഒന്നും ചെയ്താൽ മതി. A minus I the whole cube എന്ന് പറഞ്ഞാൽ A cube മൈനസ് I cube മൈനസ് 3. ആദ്യമേ ഞാൻ ഇക്വേഷൻ എഴുതാം, അത് കഴിഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy². ഓക്കെ, അടുത്തത് അത് കണ്ടുപിടിക്കാം. അപ്പം എ മൈനസ് ഐ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് ഐ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3ai². അപ്പോൾ എ മൈനസ് ഐ ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? എ ക്യൂബ്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതും, കാരണം ഇവിടെ എ സ്ക്വയർ ഐ ആണ്. അപ്പോൾ അതിന് ഞാൻ എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതി, പിന്നെ എടുക്കാം. ഐ ക്യൂബ്, ഐയുടെ ഏത് പവർ ആണെങ്കിലും എന്ത് തന്നെ കിട്ടത്തുള്ളൂ? ഐ. 1 സ്ക്വയർ, 1 ക്യൂബ്, 1⁵5, 1⁵, എന്ത് തന്നെയാണ് 1 തന്നെയല്ലേ? അതുപോലെ തന്നെ ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ I⁻100 എന്ന് പറഞ്ഞാൽ ഐ തന്നെ. മൈനസ് 3 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഐ. അപ്പം 3 ഇൻറ്റു ഐ ഇൻറ്റു ഐ, ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ തന്നെ, പ്ലസ് 3 ഇൻറ്റു എ ഇൻറ്റു ഐ² എന്ന് പറഞ്ഞാലും ഐ തന്നെ. ഓക്കെ, ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഐ ആണെന്ന്. അപ്പം ഐ ഇൻറ്റു എ, എ മൈനസ് ഐ മൈനസ് 3 ഇൻറ്റു ഐ ഇൻറ്റു ഐ വിച്ച് ഈസ് ഈക്വൽ ടു 3i. 3 എന്ന് എഴുതി വെക്കരുത്, 3 ഇൻറ്റു 1 3 ആണ്, പക്ഷെ 3 ഇൻറ്റു ഐ ഇൻറ്റു മെട്രിക്സ് 3i ആണ്. പ്ലസ് 3a ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഐ ഒരു മെട്രിക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടത്തുള്ളൂ. ഐ 3a കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3a തന്നെ. ഓക്കെ, അപ്പോൾ ഐ ഇൻറ്റു എ, ഐ ഒരു മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ തിരിച്ചു കിട്ടും? മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടും. അപ്പം ഇസ് ഈക്വൽ ടു എ മൈനസ് മൈനസ് ഐ മൈനസ് 3i എന്ന് പറഞ്ഞാൽ മൈനസ് 4i പ്ലസ് 3a. ഓക്കെ, അപ്പം നമുക്ക് അത്രയും സാധനം കിട്ടി. ഇനി എന്ത്? അപ്പോൾ എ മൈനസ് 4i പ്ലസ് 3a എന്ന് എ മൈനസ് ഐ ദ ഹോൾ ക്യൂബ് കിട്ടി. ഇനി എ പ്ലസ് ഐ ദ ഹോൾ ക്യൂബ്, x plus y the whole cube is equal to x cube plus y cube plus 3x² y plus 3xy². കണ്ടുപിടിക്കാം. എന്താണ്? ഒരു മിനിറ്റ്. എ പ്ലസ് ഐ ദ ഹോൾ ക്യൂബ്, എ പ്ലസ് ഐ ദ ഹോൾ ക്യൂബ്. ശരി, എ ക്യൂബ് പ്ലസ് ഐ ക്യൂബ് പ്ലസ് 3a² ഇൻറ്റു ഐ പ്ലസ് 3ai². ഓക്കെ, ശരി. എ ക്യൂബ്, അതിനെ a² ഇൻറ്റു എ എന്ന് എഴുതി, പ്ലസ് ഐ ക്യൂബ് ഐ തന്നെയാണ്, പ്ലസ് 3a² എന്നുള്ളത് ഐ ആണ്. അപ്പോൾ 3i ഇൻറ്റു ഐ പ്ലസ് 3a ഇൻറ്റു ഐ² എന്ന് പറഞ്ഞാൽ ഐ ആണ്.
എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഐ എന്ന് തന്നിട്ടുണ്ട്. ഐ എ പ്ലസ് ഐ പ്ലസ് 3 ഇൻറ്റു ഐ ഐ സ്ക്വയർ വിച്ച് ഇസ് അഗെയിൻ ഈക്വൽ ടു ഐ. അപ്പോൾ 3i പ്ലസ് 3a ഇൻറ്റു ഐയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ആ മെട്രിക്സ് തന്നെ 3a. ഓക്കെ, അപ്പോൾ ഐ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ 4i പ്ലസ് 3a. ഓക്കെ, 3a പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4a പ്ലസ് 4i എന്ന് കിട്ടും. ശരിയാണോ? ഇവിടെ ഒരു കാര്യം ചെയ്തില്ലല്ലോ. എ പ്ലസ് എ എന്ന് പറയുന്നത് എ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4a അല്ലേ. അപ്പോൾ ഇത് 4a മൈനസ് 4i എന്ന് വരും. സോറി, മനസ്സിലാക്കാം. 3a പ്ലസ് എ എന്ന് പറഞ്ഞാൽ 4a അല്ലേ. അപ്പോൾ 4a മൈനസ് 4i ആയത് കിട്ടും. ഇത് 4a പ്ലസ് 4i കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ എന്നാ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നോക്കട്ടെ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നെ എഴുതാമല്ലോ. ഇവിടെ തന്നെ എഴുതാം, നല്ലത്. നിങ്ങളത് കറക്റ്റ് എഴുതിക്കണം കേട്ടോ. എ മൈനസ് ഐ ഹോൾ ക്യൂബിനെ നമുക്ക് 4a മൈനസ് 4i എന്ന് എഴുതാം. പ്ലസ് എ പ്ലസ് ഐ ക്യൂബിനെ 4a പ്ലസ് 4i എന്ന് എഴുതാം അല്ലേ. നോക്കട്ടെ, 4a പ്ലസ് 4i. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ എന്താ, മൈനസ് ഒരു 7a കൂടെ ഉണ്ട്, അത് ചെയ്താൽ മതി. ഇനി എല്ലാം ഒന്ന് കട്ടി കളഞ്ഞാൽ മതി. മൈനസ് 4i പ്ലസ് 4i കട്ടായിപ്പോയി. 4a പ്ലസ് 4a 8a മൈനസ് 7a. 8a മൈനസ് 7a ചെയ്യുമ്പം ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും ആൻസർ. യെസ്, 64th ആൻസർ ഈസ് ഓപ്ഷൻ എ. വലിയ ചോദ്യമാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കൂടെയാണ്. കാരണം വെച്ചാൽ ഈ എയും ഐയും ഒക്കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് വരും എന്നുള്ളത് പഠിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഇതിന് മുമ്പ് ഇതുപോലെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും കേൾക്കുക. Question number 65. Okay, 65. For any two matrices A and B, we have AB is equal to BA. ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് എക്സ്പ്ലസിറ്റ്ലി പറഞ്ഞിട്ടുള്ളതല്ലാതെ എന്നുവെച്ചാൽ എ ബി ഇസ് ബി എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്തത് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. എ ബിയും ബി എയും ഈക്വൽ അല്ലാതെ വരുന്ന സിറ്റുവേഷൻസ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആവാം, മനസ്സിലായോ? ഉറപ്പ് പറയാം, എ ബിയും ബി എ ഒരിക്കലും ഈക്വൽ ആവത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആവാം. എ ബി ഈക്വൽ ടു ബി എ എപ്പോഴും ആവണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ആവാം. മനസ്സിലായോ? ഉറപ്പില്ലാത്ത കാര്യത്തിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്, ഉറപ്പുള്ള കാര്യം പറയാം. എ ബി ഈക്വൽ ടു രണ്ട് മെട്രിക്സിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും 0 വരുമോ? ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, വല്ലപ്പോഴും അങ്ങനെ കിട്ടിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നൺ ഓഫ് ദീസ് പറയുന്നത്. ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിനകത്തൊരു ഓപ്ഷൻ ആയിരുന്നു എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐ. ഇതെപ്പോഴും ശരിയാ. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയാ, ഐ ആണ്. അല്ലെങ്കിൽ എ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു എ, ഇത് ശരിയാണ്. ഐയുടെ കൂടെ ഏതൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് തിരിച്ചു കിട്ടത്തുള്ളൂ, അത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഉറപ്പുള്ളൊരു സാധനം ഈ 3 ഓപ്ഷനകത്ത് 4 ഓപ്ഷനകത്തില്ല. അതുകൊണ്ട് നമുക്ക് നൺ ഓഫ് ദിസേ പറയാൻ പറ്റത്തുള്ളൂ. 3 ഓപ്ഷനകത്തില്ല, അതുകൊണ്ട് നൺ ഓഫ് ദിസേ പറയാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഡാഷ് മെട്രിക്സ് ഈസ് ബോത്ത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അങ്ങനെ ഒരു മെട്രിക്സ്, ഒരു സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും, നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എന്നാലോചിക്കേ, പി ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പി ആയിട്ടും പി ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് പി ആയിട്ടും കിട്ടുന്ന ഒരു മെട്രിക്സ് ഏതാണെന്നുള്ളത്. പി ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പിയും പി ട്രാൻസ്പോസ് മൈനസ് പി എന്ന് പറയുന്നത് ഇത് രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്തുകൂടെ? പി ഈസ് ഈക്വൽ ടു മൈനസ് പി, മൈനസ് പി അപ്പുറത്ത് പോയാൽ എന്ത് വരും? 2p ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ p ഈസ് ഈക്വൽ ടു 0/2, അല്ലെങ്കിൽ 0. പി ഒരു 0 മെട്രിക്സ് ആണ്. 0 മെട്രിക്സ് ആണ്. 0 മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്താ? 0 മെട്രിക്സ് തന്നെ. അത് സിമെട്രിക് ആണ്, അത് സിമെട്രിക് ആണ്. ഇനി 0 മെട്രിക്സിന്റെ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുമോ? നോക്കിയേ, ഡയഗണൽ എലമെന്റ് 0 ആണ്, ഇവിടെ 0 ആണ്. അതിന്റെ നെഗറ്റീവ് എന്താ? അതും 0 തന്നെയല്ലേ? യെസ്, അത് മൈനസ് പി ആണ്, പി ആണ്. ഒരു 0 മെട്രിക്സ് മാത്രമാണ് ഈസ് ബോത്ത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 69. സം ഓഫ് 2 സ്ക്യൂ സിമെട്രിക് മെട്രിസസ് ആർ ഓൾവേസ് ഡാഷ് മെട്രിക്സ്. രണ്ട് സ്ക്യൂ സിമെട്രിക് മെട്രിസസിന്റെ സമ്മ് എന്തായിരിക്കും? നമുക്ക് എപ്പോഴും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചിലപ്പം പറ്റുന്നതില്ല. അതിൽ ഏറ്റവും നല്ലത് നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുന്നതാണ്. ഒരു 2/2 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് 0 0 2 -2 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണല്ലോ. എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് എ കിട്ടുന്നത്. വേറെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുക്കുക 0 0 -3 3. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കി. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, ഇതൊരു
സ്ക്യൂ സിമെട്രി. പിയും ക്യൂവും ഒരു സ്ക്യൂ സിമെട്രി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? പി പ്ലസ് ക്യൂ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് നോക്കാം. 0 0 -5 5 0. എന്താ ഇത്? യെസ്, ഇതും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? രണ്ട് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടാൻ പോകുന്ന മെട്രിക്സും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. Question number 70. The negative of a matrix is obtained by multiplying it with, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ -1 അല്ലെങ്കിൽ -1 പോരെ, -1 ഇൻറ്റു A B C D, -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -A -B -C -D. ആ മെട്രിക്സിലെ ഓരോ എലമെന്റ് നെഗറ്റീവ് എലമെന്റ് ഇവിടെ കിട്ടിയില്ലേ? സോ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് -1 ആയിരിക്കും ഉത്തരം. ഓക്കെ. Question number 71. The product of any matrix by scalar is the null matrix. The product of any matrix by the scalar 0. 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമല്ലേ നമുക്ക് നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാലും 0 മെട്രിക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് നൾ മെട്രിക്സ് ആണ്. 0 ഇൻറ്റു എ മെട്രിക്സ് അല്ലെങ്കിൽ 0 ഇൻറ്റു എ എന്ന് പറയുന്നത് 0 മെട്രിക്സ് തന്നെയായിരിക്കും. 72. A matrix which is not a square matrix is called a rectangular matrix. കേട്ടോ, സ്ക്വയർ മെട്രിക്സ് അല്ലാത്ത മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ മെട്രിക്സസ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡാഷ് ഓവർ അഡീഷൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡാഷ് ഓവർ അഡീഷൻ. നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ AB ഈസ് ഈക്വൽ ടു BA എന്നുള്ളതാണ്. ഇത് എപ്പോഴും ട്രൂ അല്ല. ഓക്കെ, എപ്പോഴും ട്രൂ അല്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് എമംഗ് അഡീഷൻ എന്ന് പറയാം. A ഇൻറ്റു B പ്ലസ് സി എന്ന് പറഞ്ഞാൽ A ഇൻറ്റു B പ്ലസ് A ഇൻറ്റു സി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡിസ്ട്രിബ്യൂട്ടീവ് എന്നുള്ളതാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് എമംഗ് അഡീഷൻ. ഓക്കെ. ഇഫ് A ഈസ് എ സിമെട്രിക് മെട്രിക്സ് A ക്യൂബ് ഈസ് എ ഡാഷ് മെട്രിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A തന്നെയാണ്. A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ആണെങ്കിൽ A ക്യൂബ് കണ്ടുപിടിക്കാൻ പറയാം. A ട്രാൻസ്പോസിൻ്റെ ദ ഹോൾ A ട്രാൻസ്പോസ് A തന്നെയാണ്. A ട്രാൻസ്പോസ് അപ്പം A ക്യൂബ് സെക്കൻഡ് A ട്രാൻസ്പോസ് A തന്നെയാണ്. ഓക്കെ, ഈസ് എ ഡാഷ് മെട്രിക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ? A ക്യൂബിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചേക്കുന്നത്. A ക്യൂബ് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് അറിയേണ്ടത്. അപ്പോൾ A ക്യൂബിൽ നിന്നാണ് ഇതിനകത്ത് തന്നിരിക്കുന്ന ക്ലൂ ഇതാണ്. ഇതൊന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല, ഇത് ലാസ്റ്റ് ഉപയോഗിക്കേണ്ടി വരത്തുള്ളൂ. A ക്യൂബിന് ഞാൻ P ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P ട്രാൻസ്പോസ് ചെയ്യണം. P ട്രാൻസ്പോസ് ചെയ്തിട്ട് P തന്നെ കിട്ടുവാണെങ്കിൽ സിമെട്രിക്ക്, P ട്രാൻസ്പോസ് ചെയ്തിട്ട് -P കിട്ടുവാണെങ്കിൽ സ്ക്യൂ സിമെട്രിക്ക്. നോക്കാവേ, P ട്രാൻസ്പോസ് ചെയ്യുമ്പം A ക്യൂബ് ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A ക്യൂബ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇതിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. A ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റും. ഇതിനെയും ട്രാൻസ്പോസിനെയും ഇൻവേഴ്സിനെയും അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A ട്രാൻസ്പോസ് ദ ഹോൾ ക്യൂ എന്ന് എഴുതിക്കൂടെ? ഇതിനെ രണ്ടിനെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തുകൂടെ? അപ്പം A ട്രാൻസ്പോസ് ഹോൾ. എന്താ A ട്രാൻസ്പോസ്? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടല്ലോ. A ട്രാൻസ്പോസ് A തന്നെയാണ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു A ക്യൂബ്. എന്ന് പറഞ്ഞാൽ പിയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എനിക്ക് P തന്നെ തിരിച്ചു കിട്ടി. എന്താ ആ ടൈപ്പ് മെട്രിക്സിനെ വിളിക്കുന്നത്? P ട്രാൻസ്പോസ് എടുത്തപ്പോൾ P തന്നെ തിരിച്ചു കിട്ടുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് മെട്രിസസ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? A ക്യൂബ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കേട്ട് നോക്കണം കേട്ടോ. Question number 75. If A is a skew symmetric matrix, then A square is. വീണ്ടും A ഒരു skew symmetric matrix ആണ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -A ആണ്. ഓക്കെ, ഇനി ഞാൻ വരയിട്ട് ചെയ്യാം. A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -A ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A സ്ക്വയറിന്റെ പ്രോപ്പർട്ടിയെ പറ്റി പറയും എന്നാ പറയുന്നത്. ഞാൻ Pനെ A സ്ക്വയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, Pയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നോക്കാം. Pയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പം A സ്ക്വയർ ദ ഹോൾ ട്രാൻസ്പോസ്.
സ്ക്വയറും ട്രാൻസ്പോസും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുവരും? എ ട്രാൻസ്പോസ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എ ആണ്. എ ട്രാൻസ്പോസ് മൈനസ് എ ആണ്. മൈനസ് എയുടെ സ്ക്വയർ, മൈനസ് എയുടെ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുന്നതിന് മുമ്പ് അത് ശരിക്കും എങ്ങനെയാ? മൈനസ് എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എ ഇൻറ്റു മൈനസ് എ ആണ്. മെട്രിക്സ് അല്ലേ ഇത്, നമ്പർ അല്ലല്ലോ. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആവും. നമുക്ക് എന്ത് തന്നെ കിട്ടി? പിയുടെ ട്രാൻസ്പോസ് നമുക്ക് പി തന്നെ തിരിച്ച് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു പി. നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സ്ക്വയർ ഈസ് എ സിമെട്രിക് മെട്രിക്സ്. എ സ്ക്വയർ ഈസ് എ സിമെട്രിക് മെട്രിക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം നോക്കിക്കോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 76th ചോദ്യമാണ്. എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ദി സെയിം ഓർഡർ. ദെൻ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. കൂടുതൽ പറച്ചിലൊന്നും വേണ്ട. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇതിലോ കെ കോൺസ്റ്റന്റ് ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. കെ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. കെ കോൺസ്റ്റന്റ് ആണ്, കെ വെളിയിലിടുക. എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്താണെന്നറിയാമല്ലോ? കെ ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ഇത്രയായല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 77. ഇഫ് എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ദെൻ കെ ഈസ് എ ഡാഷ് എന്നാ ചോദിച്ചിരുന്നത്. എ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. വീണ്ടും എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ. കെ എയെ പറ്റി സംസാരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു കെ. കെ ഒരു കോൺസ്റ്റന്റ് ആണ്, കെ എ. പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ്. കെ കോൺസ്റ്റന്റ് ആണ്, കെ അവിടെ ഇടുക. എ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? മൈനസ് എ. അപ്പോൾ കെ ഇൻറ്റു മൈനസ് എ എന്ന് നമുക്ക് എഴുതാം. മൈനസ് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഇത് മൈനസ് ഓഫ് കെ എ എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായത്? മൈനസ് പി അല്ലേ? പിയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എനിക്ക് മൈനസ് പി കിട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. Question number 78. If A and B are symmetric matrices, then AB minus DA symmetric ആണോ സ്ക്യൂ സിമെട്രിക് ആണോ? എ ആൻഡ് ബി സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണ്, ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ആണ്. ഓൾറെഡി തന്നിട്ടുണ്ട്. എ ബി മൈനസ് ഡി എ. പി എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്നതിനെ എ ബി മൈനസ് ഡി എ. പിയുടെ ട്രാൻസ്പോസ് എടുക്കാം. പിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പം എ ബി മൈനസ് ഡി എ ദ ഹോൾ ട്രാൻസ്പോസ്, അല്ലെങ്കിൽ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. തന്നിട്ടുണ്ട് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആണ്, ബി ട്രാൻസ്പോസ് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ ഇത് ബി ട്രാൻസ്പോസ് ബി, എ ട്രാൻസ്പോസ് എ മൈനസ് എ ട്രാൻസ്പോസ് എ, ബി ട്രാൻസ്പോസ് ബി. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഞാനൊരു മൈനസ് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? ഇത് ബി എ എന്നുള്ളത് മൈനസ് ബി എ ആവും, മൈനസ് എ ബി എന്നുള്ളത് പ്ലസ് എ ബി ആവും. തിരിച്ചെഴുതിയാൽ മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ എന്തായിട്ട് കിട്ടി? ഇത് തന്നെയല്ലേ ഇത്? സോറി, ഇത് തന്നെയല്ലേ ഇത്? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് പി എന്ന് എനിക്ക് പറയാം. പി ട്രാൻസ്പോസ് എടുത്തപ്പോൾ മൈനസ് പി കിട്ടി. അപ്പോൾ ഇതെന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അടുത്തത് ബി എ മൈനസ് 2ab. ഇപ്പം ചെയ്ത് കാണിക്കാവേ. ബി എ മൈനസ് 2ab. അപ്പം ബി എ മൈനസ് 2ab ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. ഇതിനെ പി എന്ന് വിളിക്കാം. പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി എ മൈനസ് 2ab ദ ഹോൾ ട്രാൻസ്പോസ് is equal to BA the whole transpose minus 2AB the whole transpose. Okay, BA the whole transpose എന്ന് പറഞ്ഞാൽ A transpose into B transpose minus 2 constant ആണ്. AB യുടെ ട്രാൻസ്പോസ് B transpose into A transpose. A transpose എന്ന് പറഞ്ഞാൽ A ആണ്, B transpose പറഞ്ഞാൽ B ആണ്. കാരണം തന്നിട്ടുണ്ട് എന്ത്? ഇത് സിമെട്രിക് മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. A transpose A ആണെന്നും B transpose B ആണെന്നും തന്നിട്ടുണ്ട്. മൈനസ് 2 ഇൻറ്റു ബി ട്രാൻസ്പോസ് ബി ആണ്, എ ട്രാൻസ്പോസ് എ ആണ്. അപ്പം എ ബി മൈനസ് 2b എന്ന് കിട്ടി. അത് തന്നെയാണോ നമ്മുടെ ക്വസ്റ്റ്യൻ? എ ബി മൈനസ് 2b.
AB മൈനസ് 2BA. ഒന്നും കേട്ടില്ലല്ലോ, എന്തെങ്കിലും തെറ്റിപ്പോയോ? ഇത് എവിടെയോ ഒരു മിസ്റ്റേക്ക്. AB മൈനസ് 2BA, മൈനസ് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് കഴിഞ്ഞാൽ 2BA മൈനസ് AB. അപ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള റിലേഷൻ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻ BA മൈനസ് 2AB ആണ് ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടിയത് AB മൈനസ് 2BA. നമുക്ക് ഈ BAയും ABയുടെ മൈനസ് വെളിയിലോട്ട് എടുത്തിട്ട് പോലും സെയിം രീതി കിട്ടുന്നില്ല. അപ്പം നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ ഈസ് നൈദർ സിമെട്രിക് നോർ സ്ക്യൂ സിമെട്രിക്. നൈദർ സിമെട്രിക് അല്ലെങ്കിൽ നോർ സ്ക്യൂ സിമെട്രിക്, രണ്ടും ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. 79ാമത്തെ ചോദ്യം. ഇഫ് A is a symmetric matrix, then BA ട്രാൻസ്പോസ് B is A. A സിമെട്രിക് മെട്രിക്സ് ആണ്, അങ്ങനെയാണെങ്കിൽ A ട്രാൻസ്പോസ് A ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BA ട്രാൻസ്പോസ് ഞാൻ BA ട്രാൻസ്പോസ് ABനെ P എന്ന് വിളിക്കുന്നു. Pയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ B ട്രാൻസ്പോസ് AB ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ഇൻറ്റു B ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് വിച്ച് ഈസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ഇൻറ്റു B ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നിട്ടില്ല, അപ്പോൾ അത് B ട്രാൻസ്പോസ് ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. A ട്രാൻസ്പോസ് A ആണ്, അപ്പോൾ അതിനെ നമുക്ക് A ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു B. നോക്കിക്കേ, പിന്നെ അതിനെ തിരിച്ചു കിട്ടിയേ, Pയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ P തന്നെ തിരിച്ചു കിട്ടി. എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. 79th വൺ, ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 80. If A and B are symmetric matrices of same order, then AB is symmetric if and only if A and B are symmetric. എന്നുവെച്ചാൽ A ട്രാൻസ്പോസ് A ആണ്, B ട്രാൻസ്പോസ് B ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AB സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ P is equal to AB. അങ്ങനെയാണെങ്കിൽ P ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ AB ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിനെ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ B ആണ്, A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ നമുക്ക് P ട്രാൻസ്പോസ് കിട്ടുമ്പം BA എന്നാണ് കിട്ടുന്നത്. നമുക്ക് എന്ത് കിട്ടിയിരുന്ന ഇത് സിമെട്രിക് ആയേനെ? ഇത് AB എന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇത് സിമെട്രിക് ആയേനെ അല്ലേ? അപ്പോൾ BAയും ABയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. BA ഈസ് ഈക്വൽ ടു AB എന്ന് കിട്ടിയിരുന്നെങ്കിൽ മാത്രം, അങ്ങനെയാണ്, ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് BAനെ എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു? AB എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റുമായിരുന്നു? P ട്രാൻസ്പോസ് P ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു, ഇത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ഇഫ് ആൻഡ് ഒൺലി ഇഫ് BA ഈസ് ഈക്വൽ ടു AB. അതാണ് കണ്ടീഷൻ, ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 81 ഇല്ല, ഇനി 82 ഉള്ളു അല്ലേ? അപ്പോൾ 82 ട്രൂ ഓർ ഫോൾസ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിടാം. എ മെട്രിക്സ് ഡിനോട്ട്സ് എ നമ്പർ. ഒരിക്കലും അല്ല. എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറേ ഓഫ് നമ്പറാന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതിനകത്ത് നമ്പേഴ്സ് ഉണ്ട്, റൂട്ട് വരാം, കോംപ്ലക്സ് നമ്പേഴ്സ് വരാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. മെട്രിസസ് ഓഫ് എനി ഓർഡർ ക്യാൻ ബി ആഡ്. ഒരിക്കലും പറ്റത്തില്ലല്ലോ. മെട്രിസസിന്റെ സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Two matrices are equal if they have same number of rows and same number of columns. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്നത് സെയിം നമ്പർ ഓഫ് റോയും കോളം ഈക്വൽ ആവാൻ മാത്രമല്ല, അതിലെ ഓരോ എലമെന്റും സെയിം ആവണം. 85. മെട്രിക്സ് ഓഫ് ഡിഫറെന്റ് ഓർഡർ ക്യാൻ ബി സബ്ട്രാക്റ്റഡ്. മെട്രിക്സ് ഓഫ് ഡിഫറെന്റ് ഓർഡേഴ്സ് ക്യാൻ ബി സബ്ട്രാക്റ്റഡ്. മെട്രിക്സ് ഓഫ് ഡിഫറെന്റ് ഓർഡേഴ്സ് കനോട്ട് ബി സബ്ട്രാക്റ്റഡ്. ശരിയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാൻ ബി എന്ന് വായിച്ചേ. കനോട്ട് ബി ഒരിക്കലും പറ്റത്തില്ല. ഓർഡർ സെയിം ആണെങ്കിലേ ഉള്ളൂ സബ്ട്രാക്ഷനും അഡീഷനും നടക്കത്തുള്ളൂ. മെട്രിക്സ് അഡീഷൻ ഈസ് അസോസിയേറ്റീവ് ആസ് വെൽ ആസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, മെട്രിക്സ് അഡീഷൻ തീർച്ചയായും അസോസിയേറ്റീവ് ആണ്. ഓക്കെ, അസോസിയേറ്റീവ് എന്ന് പറയുന്നത് എന്താ? A പ്ലസ് B പ്ലസ് C = A പ്ലസ്. ഇത് ആദ്യം ചെയ്തിട്ട് ഇതോട് ആഡ് ചെയ്താലും ഇത് ആദ്യം ചെയ്തിട്ട് ഇതിനോട് ആഡ് ചെയ്താലും സെയിം ആൻസറേ കിട്ടത്തുള്ളൂ. അതാണ് അസോസിയേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ ചെയ്താലും തീർച്ചയായും സെയിം ആൻസർ തന്നെയായിരുന്നു. പക്ഷെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ്, അത് അടുത്ത ക്വസ്റ്റ്യൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എ ബി ഈക്വൽ ടു ബി എ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അപ്പം എ ബിയും ബി എയും വെൽ ഡിഫൈൻഡ് ആണെന്ന് മാത്രമേ നമുക്ക് അതിന്റെ കമ്മ്യൂട്ടേറ്റിവിറ്റിയെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, a square matrix where every element is unity is called an identity matrix. തികച്ചും തെറ്റ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒരു യൂണിറ്റി മെട്രിക്സ്, ഒരു 2/2 യൂണിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം 1 ആയിരിക്കും. ഒരു 2/2 ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ 1 0 0 1 ആയിരിക്കും. കാര്യം പിടി കിട്ടിയോ? ഇത് യൂണിറ്റി മെട്രിക്സ്, ഇത് ഐഡന്റിറ്റി മെട്രിക്സ്. If A and B are two square matrices of the same order, then A plus B is equal to B plus A. അതെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യം. ഓർഡർ സെയിം ആണെങ്കിൽ അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. If A and B are two matrices of the same order, then A minus B is equal to B minus A. ഒരിക്കലും A minus B യും B minus A യും സെയിം ആയി വരത്തില്ല. കാരണം എ മൈനസ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആയിട്ട് വരും. എ മൈനസ് ബിയും ബി മൈനസ് എയും ഒരിക്കലും നെഗറ്റീവ് മീൻസ് സെയിം ആയിട്ട് വരത്തില്ല. If a matrix AB, A into B is equal to 0, then A is equal to 0, B is equal to 0. And A and B are null matrices. A യും B യും null matrices ആണെങ്കിൽ തീർച്ചയായും A into B 0 ആയിരിക്കും. പക്ഷേ എന്ന് കരുതി എ ബി 0 ആണെന്ന് പറയാം. രണ്ട് മെട്രിക്സിനെ, രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. പക്ഷേ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് എയും 0 ബിയും 0 ആവണമെന്ന് നിർബന്ധമില്ല. അത് മെട്രിക്സിന്റെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ, എ ഇൻറ്റു ബി 0 എന്ന് പറഞ്ഞാൽ എ 0 ബി 0 എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ട്രാൻസ്പോസ് ഓഫ് എ കോളം മെട്രിക്സ് ഈസ് എ കോളം മെട്രിക്സ് ഒരിക്കലും അല്ല. ട്രാൻസ്പോസ് ഓഫ് എ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റോ മെട്രിക്സ് ആയിരിക്കും. Question 93. If A and B are two square matrices of the same order, then AB is equal to BA. ഒരിക്കലും അല്ല. എ ബിയും ബി എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അത് സാറ്റിസ്ഫൈ ആവുന്നത് ചില കേസുകൾ സാറ്റിസ്ഫൈ ആവുന്നത്, എന്നതിൽ എല്ലാം സാറ്റിസ്ഫൈ ആവുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ടു മെട്രിക്സ് എ ബി നോട്ട് ഓൾവേസ് ട്രൂ എന്നുള്ളതാണ് സത്യം. If each of these matrices of the same order are symmetric, then their sum is a symmetric matrix. If each of three matrices of the same order, സെയിം ഓർഡറുള്ള 3 മെട്രിക്സ് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ then their sum is also symmetric. തീർച്ചയായും നമുക്കത് പറയാൻ പറ്റും. ഇപ്പം 3 മെട്രിക്സസ് സിമെട്രിക് ആണ് വെച്ചു എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി, സി ട്രാൻസ്പോസ് ഈക്വൽ ടു സി. അപ്പോൾ പി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഓക്കെ, അതിന്റെ ട്രാൻസ്പോസ് എന്ത് കിട്ടും? പി ട്രാൻസ്പോസ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ട്രാൻസ്പോസ്, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് പ്ലസ് സി ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആണ്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബി ട്രാൻസ്പോസ് ബി, സി ട്രാൻസ്പോസ് സി. ഈ സെയിം സാധനം തന്നെയല്ലേ ഇത്? മനസ്സിലായോ? അപ്പോൾ പി ട്രാൻസ്പോസ് പി തന്നെ എന്ന് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി തീർച്ചയായും സിമെട്രിക് ആണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാത്തിൻ്റെയും ഫുൾ എഴുതണം, അല്ലാതെ ട്രൂ ഫോൾസ് എന്ന് എഴുതിയിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 95. If A and B are two matrices of the same order, then AB the whole transpose equal to A transpose എന്ന് എഴുതാം. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ഇതിനെപ്പറ്റിയൊന്നും. If AB the whole transpose equal to B transpose A transpose, where A and B are not square matrices, then the number of rows of A is equal to the number of columns in B, and the number of columns of A is equal to number of columns in A is equal to number of rows in B. ശരിയാണ്. ഇത് ഈക്വൽ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു 2/3 മെട്രിക്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു 3/2 മെട്രിക്സും എങ്കിലേ ഉള്ളൂ എ ബി പോസിബിൾ ആകത്തുള്ളൂ, അല്ലേ? എ ബി പോസിബിൾ ആണ്. അപ്പോൾ നോക്കിയേ, ഇതിൽ നിന്ന് മാത്രം നോക്കിയാൽ മതി. ദെൻ ദ നമ്പർ ഓഫ് റോസ് ഇൻ എ ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് കോളംസ് ഇൻ ബി. ശരിയല്ലേ? അടുത്തത് നമ്പർ ഓഫ് കോളംസ് ഇൻ എ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഇൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ ബി. മനസ്സിലായോ? അപ്പം പറഞ്ഞിട്ടുണ്ട് നോട്ട് സ്ക്വയർ മെട്രിസസ്. If AB and C are square matrices of same order, then AB is equal to AC always implies BC. ഈ സെയിം ക്വസ്റ്റ്യൻ ഒരെണ്ണം ചോദിച്ചുകൊണ്ട് നേരത്തെ മുമ്പുണ്ട്. എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട് സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു എ സി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി തൊട്ട് മുമ്പത്തെ അസൈൻമെന്റിലുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം ബി ഈസ് ഈക്വൽ ടു സി ആവണമെന്ന് നിർബന്ധം ഒരു കാരണവശാലും ഇല്ല. എ സെയിം ആണെന്ന് കരുതി. അതിനുള്ളൊരു ഉദാഹരണമാണിത്, നോക്കുക. Question number 98. A transpose is always a symmetric matrix of any order.
പി എ ട്രാൻസ്പോസിനെ പി എന്ന് എടുത്തു, പിയുടെ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പം ഇതിനെ തിരിച്ചു വരും, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് വരും. അപ്പോൾ എ ട്രാൻസ്പോസ് എ എന്ന് വരും. ഇത് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ പി എന്ന് തന്നെ കിട്ടും, വിച്ച് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. അത് ട്രൂ ആണ്. Question number 99. If A is equal to 2, 3, minus 1, B is equal to 2, 3, 4, 5, then AB and BA are defined. ഇത് നോക്കിയാൽ മതിയല്ലോ. ഇത് 2/3, സോറി, ഇത് 2/3 മെട്രിക്സ് ആണ്, ഇത് 3/2 മെട്രിക്സ് ആണ്. ഓക്കെ, എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ് അല്ലെ. എ ബി വരുമ്പോഴത്തേക്ക് ഒരു 2/2 മെട്രിക്സ് വരും, ബി എ വരുമ്പോഴത്തേക്ക് ഒരു 3/3 മെട്രിക്സ് വരും. പക്ഷെ ദേ ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഈക്വൽ ആവത്തില്ല. ഈക്വൽ ആവാത്തതിന്റെ കാര്യം എന്താ? 2/2 മെട്രിക്സും 3/3 മെട്രിക്സും ഒരിക്കലും ഈക്വൽ, അല്ലെങ്കിൽ 3/2 മെട്രിക്സിന്റെ എലമെന്റ്സ് 0 ആവണം, മനസ്സിലായോ? എങ്കിലുള്ള ഈക്വൽ ആകത്തുള്ളൂ. ബട്ട് ഈക്വൽ എന്നുള്ളൊരു കേസ് മാത്രമാണ് ഇവിടെ തെറ്റിയിരിക്കുന്നത്. ആർ ഡിഫൈൻഡ് എന്നുള്ളത് ശരിയാണ്, തീർച്ചയായും ഡിഫൈൻഡ് ആണ്, പക്ഷെ ഈക്വൽ അല്ല. അതുകൊണ്ടാണ് അത് ഫോൾസ് ആയിട്ടുള്ളത് കേട്ടോ. 100th question. If A is a skew symmetric matrix, then A square is a symmetric matrix. A ഒരു skew symmetric matrix ആണെങ്കിൽ, A ഒരു skew symmetric എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് is equal to -A. അങ്ങനെയാണെങ്കിൽ A സ്ക്വയറിനെ P എന്ന് എടുക്കുക. ഓക്കെ, പിയുടെ ട്രാൻസ്പോസ് എടുക്കുക. പിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A സ്ക്വയർ ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് നമ്മൾ ചെയ്താന്ന് തോന്നുന്നു അല്ലേ? ഇന്റർചേഞ്ച് ചെയ്യാലോ. A ട്രാൻസ്പോസ് ദ ഹോൾ സ്ക്വയർ. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് -A ആണ്. -A സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു A സ്ക്വയർ വിച്ച് ഇസ് സിമെട്രിക് മാട്രിക്സ്. ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. AB the whole inverse is equal to A inverse into B inverse, where A and B are invertible satisfying commutative property with respect to multiplication. ശരിയാണ് കേട്ടോ. എ ബി ദ ഹോൾ ഇൻവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബി ദ ഹോൾ ഇൻവേഴ്സും ട്രാൻസ്പോസും എല്ലാം ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നാണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എ ബി ഈസ് ഈക്വൽ ടു ബി എ എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നും എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് എന്നും പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇത് ഹോൾഡ് ചെയ്യും. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എ ബി ദ ഹോൾ ഇൻവേഴ്സ് ബി ഈസ് ഈക്വൽ ടു ബി എ ദ ഹോൾ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അസൈൻമെന്റ്. അസൈൻമെന്റിലെ ഓരോ ചോദ്യവും നല്ലോണം ബ്രീഫായിട്ട് നല്ലോണം എഴുതി തന്നെ ചെയ്യണം. അല്ലാതെ ചുമ്മാ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് തരത്തില്ല. ഓക്കെ.